നമസ്കാരം. 2006 നവംബർ 30 തണുപ്പിങ്ങനെ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് കൊല്ലത്തെ മൗണ്ട് കാർമൽ കോളേജിലെ ഹോസ്റ്റലിലെ ഒരു മുറി, അവിടെ സുഖമായി ഉറങ്ങുകയാണ് നമ്മുടെ കഥാനായിക. അവളുടെ പേര് ആശ എന്നാണ്. നാളെ അവളുടെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ആശ ആ കിടക്കയിൽ അങ്ങനെ കിടക്കുന്നത്. എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. അവൾ നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. മെസ്സേജിന്റെ ശബ്ദം കേട്ടാണ് അവള് കണ്ണു തുറക്കുന്നത്. രാത്രി 12 മണി കഴിഞ്ഞാൽ കൂട്ടുകാരികൾ അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് മെസ്സേജ് അയക്കും എന്നുള്ള കാര്യം ആശയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ആശ ആ ഫോൺ എടുത്തു. ഫോണിലെ മെസ്സേജ് വായിച്ച ആശയ്ക്കൊരു സംശയം. അവൾ വീണ്ടും ആ മെസ്സേജ് വായിക്കുകയാണ്. ഐ ക്യാൻ സീ യു. അതാണ് ആ മെസ്സേജിലുള്ളത്. എനിക്ക് നിന്നെ കാണാം. അയച്ചയാളുടെ പേരില്ല, അയച്ചയാളുടെ നമ്പറിന്റെ നേരെ അൺനോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്പറുമില്ല, പേരുമില്ല, പക്ഷെ മെസ്സേജ് ഉണ്ട്. അവള് കൗതുകത്തോടെ ആ മെസ്സേജിലേക്ക് ഒന്ന് നോക്കി. ആരോ തന്നെ കബളിപ്പിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്നതാണ്. അങ്ങനെ തോന്നിയ അവൾ ഒന്നും മിണ്ടാതെ ആ ഫോണ് അവളുടെ തലയിണയ്ക്ക് അടുത്ത് വെച്ചിട്ട് പിന്നെയും കണ്ണുകളടച്ചു. അല്പസമയം കഴിഞ്ഞതും വീണ്ടും അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അവള് കൗതുകത്തോടെ ഫോൺ എടുത്ത് മെസ്സേജ് വായിച്ചു. ഐ ആം ഇൻസൈഡ് യുവർ റൂം. ആ മെസ്സേജ് വായിച്ചപ്പോൾ ശരിക്കും ആശ ഞെട്ടി എണീറ്റ് പോവുകയാണ്. അവളുടെ മുറി അകത്തുനിന്ന് അടച്ച് അവൾ കുറ്റിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവൾക്ക് തന്നെ അറിയാം. അത് അവളുടെ ബോധമനസ്സുണ്ട്. ഇപ്പൊ പക്ഷേ ആ മെസ്സേജിൽ അവൾ വായിച്ചത് ഐ ആം ഇൻസൈഡ് യുവർ റൂം എന്നാണ്. അവൾ പെട്ടെന്ന് ഭയത്തോടെ ആ റൂമിനകം മുഴുവൻ നോക്കി. റൂമിനകത്ത് ആരുമില്ല. തന്നെ ഫ്രണ്ട്സ് പ്രാങ്ക് ചെയ്യുന്ന പരിപാടിയാണോ? ആരെയും ആ മുറിക്കകത്ത് കാണാതെ വന്നപ്പോ അങ്ങനെ ഒരു ചോദ്യമാണ് ആശയുടെ മനസ്സിലേക്ക് വന്നത്. ശരിക്കും ആശ പോലും ആ ചോദ്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചിരിച്ചു പോവുകയാണ്. ആ മുറിക്കകത്ത് ആരെയും കാണാതെ വന്നപ്പോൾ കുട്ടികൾ തന്നെ കളിയാക്കാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നലാണല്ലോ ആശയ്ക്കുണ്ടായത്. ആ മുറിക്കകത്ത് ആളുകൾ എങ്ങനെയാ വരാൻ? അത് അകത്തുനിന്ന് അടച്ചിരിക്കുന്ന മുറിയാണ്. തന്റെ വെടിത്തത്തെക്കുറിച്ച് ആലോചിച്ച് ആശ അറിയാതെ വീണ്ടും ആ മൊബൈൽ ഫോണ് കയ്യിലെടുത്തു പോവുകയാണ്. മൊബൈൽ ഫോണിലെ ആ മെസ്സേജ് ഒരിക്കൽ കൂടി വായിക്കാനായിട്ട് ആ മെസ്സേജിന്റെ ഭാഗത്തേക്ക് നോക്കിയ ആശയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരികയാണ്. അവൾ വായിച്ച ആ 2 മെസ്സേജും ആ ഫോണിൽ ഇപ്പൊ ഇല്ല. അത് മാഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ അവൾ കുറച്ച് മുമ്പ് ആ മെസ്സേജുകൾ വായിച്ചതാണ്. അവൾ ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ആ കാര്യം ആശയ്ക്ക് പൂർണ്ണ ഉറപ്പാണ്. പക്ഷേ അവൾ വായിച്ച മെസ്സേജ് അവളുടെ ഫോണിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ശരിക്കും ഒരു ഭയം പെട്ടെന്ന് ആശയ്ക്കുണ്ടായി. ഭയന്നുപോയ ആശ ഉടൻ തന്നെ ആ മുറിയിൽ നിന്ന് ചാടിയിറങ്ങി വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി സമീപത്തുള്ള മുറിയുടെ വാതിൽ വന്ന് തട്ടി. വാതിലിൽ ഉറക്കെ തട്ടുന്ന കേട്ടാണ് ഗ്രീഷ്മ വാതിൽ തുറക്കുന്നത്. ഗ്രീഷ്മ ആശയെ കണ്ടത് ആശയോട് ചോദിച്ചു, എന്താ ആശ? ആശ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ആശ ഗ്രീഷ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളുടെ മുറിയിലേക്ക് കയറി പെട്ടെന്ന് വാതിലങ്ങ് അടച്ചു. ആശ എന്താടാ, എന്ത് പറ്റിയ? ആശ അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ഗ്രീഷ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി. ആശ, അങ്ങനൊന്നും സംഭവിക്കില്ല, നീ നിന്റെ ഫോണിൽ വന്നേ. ആശ ഗ്രീഷ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതും ആ മെസ്സേജുകൾ ഗ്രീഷ്മ നോക്കി. അവിടെ മെസ്സേജ് ഇല്ല. ആശ, ഇതിനകത്ത് ആരും മെസ്സേജ് അയച്ചിട്ടേ ഇല്ല. നിനക്ക് വെറുതെ തോന്നിയതാണ്. നീ നാളത്തെ ബർത്ത്ഡേ കുറിച്ച് ആലോചിച്ച് അങ്ങനെ കിടന്നപ്പോ ചിലപ്പോ നീ സ്വപ്നം കണ്ടതാകും കാര്യങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ നീ ഇപ്പോഴായിരിക്കും ഉണർന്നത്. താൻ നേരത്തെ 2 തവണ എണീറ്റ് ആ മൊബൈൽ എടുത്ത് മെസ്സേജ് നോക്കിയതും അതിനുശേഷം കിടക്കയിലേക്ക് കിടന്ന കാര്യങ്ങൾ ആശയുടെ സ്വപ്നത്തിൽ കണ്ടതായിരിക്കും എന്നുള്ള ശൈലിയില ഗ്രീഷ്മ പറയുന്നത്. ഗ്രീഷ്മ പറയുന്നത് കേട്ടപ്പോ ആശയ്ക്കും ഒരു സംശയം. ശരിക്കും താൻ ഉറക്കത്തിലായിരുന്നു. എന്തായാലും അന്ന് നേരം പുലരുന്നവരെ ആശ ആ കാര്യം ആലോചിച്ചാ കിടന്നത്. എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. അവളെ ഗ്രീഷ്മയാണ് വിളിച്ചുണർത്തിയത്. ഗ്രീഷ്മ ആശയെ വിളിച്ചുണർത്തി അവളോട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ആശ. ആശക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ 2 തവണ ഗ്രീഷ്മ പറഞ്ഞപ്പോഴാണ് ശരിക്കും ആശയുടെ കണ്ണ് തുറന്നു വരുന്നത്. അവള് അമ്പരപ്പോടെ അവിടെ ചുറ്റും നോക്കി പോവുകയാണ്. അവളിപ്പോ ഗ്രീഷ്മയുടെ മുറിയിലാണ് കിടക്കുന്നത്. അല്ല ഗ്രീഷ്മ, ഞാൻ ഇവിടെ. ആശ, ഇന്നലെ നീ ഇവിടെയല്ലേ കിടന്നത്? തലേദിവസം അവളുടെ മുറിയിൽ നിന്ന് പേടിച്ച് ഇവിടെ വന്നു കിടന്നു എന്നുള്ള കാര്യം ഗ്രീഷ്മ എന്തായാലും ആ സമയത്ത് ആശയോട് പറഞ്ഞില്ല. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആശയുടെ മുറിയിലേക്ക് പോയി റെഡിയായി. ഗ്രീഷ്മയും റെഡിയായി. അവര് കോളേജിലെത്തി. അന്ന് ക്ലാസ് മുറിയിൽ രാവിലത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ കുട്ടികളെല്ലാം കൂടി ആശയുടെ ബർത്ത്ഡേ ആഘോഷം അങ്ങ് അടിപൊളിയായി നടത്തി. ധാരാളം ആൺകുട്ടികളും അതുപോലെ തന്നെ പെൺകുട്ടികളുമുള്ള ആ ക്ലാസ്സിൽ ബർത്ത്ഡേ ആഘോഷം ശരിക്കും ഒരു നല്ല സെലിബ്രേഷനാണ്. ഏകദേശം ഒരു 3-3:30 മണിയോടുകൂടിയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി തുടങ്ങിയത്. 5 മണിയെങ്കിലും ആകും ആ സെലിബ്രേഷൻ ഒന്ന് തീരുമ്പോൾ. ഇതിനിടയിൽ ആശയുടെ മുഖത്തൊക്കെ കേക്ക് ഇഷ്ടം പോലെ ഒട്ടിപ്പിടിച്ചു എന്ന് പറയാം. എല്ലാ പിള്ളേരും കേക്ക് ആശയ്ക്ക് കൊടുക്കുകയും ആശയുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആശയുടെ മുഖം മുഴുവൻ കേക്ക് കൊണ്ട് അങ്ങനെ നിറഞ്ഞപ്പോൾ ആശ
മുഖമൊന്ന് കഴുകി വൃത്തിയാക്കാനായി വാഷ്റൂമിലേക്ക് നീങ്ങി. വാഷ്റൂമിന്റെ വാതിൽ അവൾ കടക്കുമ്പോൾ ഒരു ശബ്ദം തന്നെ പിന്തുടരും പോലെ ഒരു തോന്നൽ ആശയ്ക്കുണ്ടായി. ആരോ തന്റെ പുറകിലുണ്ട്. ആശ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. പക്ഷെ ആശ 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ അവളും കേൾക്കുന്നുണ്ട് എന്തോ ഒരു ചെറിയ ശബ്ദം. ഒരു അദൃശ്യ വ്യക്തി തനിക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ഒരു തോന്നൽ ഇപ്പൊ ആശയ്ക്കുണ്ട്. അവള് തിരിഞ്ഞേക്ക് നോക്കി. ശരിക്കും അവളുടെ കാലിൽ നിന്ന് തലയിലേക്ക് ഒരു വിറയിൽ പതുക്കെ ബാധിച്ചു തുടങ്ങിയാണ്. ഇന്നലെ രാത്രി അവൾക്ക് അനുഭവപ്പെട്ട ആ ഭയം ഇത് ഒരിക്കൽ കൂടി അവളിലേക്ക് വരികയാണ്. ഭയന്നുപോയ ആശ പെട്ടെന്ന് അവിടുന്ന് പോകാൻ വേണ്ടി ആ വാഷ് ബേസിനിൽ അവൾ മുഖം കഴുകി തുടങ്ങി. അവൾ അതിവേഗം മുഖം കഴുകുകയാണ്. മുഖം കഴുകിയിട്ട് അവള് തല ഉയർത്തിയപ്പോൾ അവൾ കാണുന്ന ആ ഗ്ലാസ്സിൽ അവളുടെ അടുത്ത് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ അവൾ കണ്ടു. ആ ആളിന്റെ പുറകുവശമാണ് അവൾക്ക് കാണാൻ പറ്റുന്നത്. ആ ആളുടെ മുഖം വ്യക്തമല്ല. ആശ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞപ്പോ അവിടെ അങ്ങനെ ഒരാളില്ല. ഭയന്നുപോയ ആശ തിരിഞ്ഞ് വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കണ്ണാടിയിലും അങ്ങനെ ഒരു രൂപമില്ല. ആ നിമിഷത്തിൽ ഒരു ശബ്ദത്തോടെ ആശ അവിടുന്ന് ഒരൊറ്റ ഓട്ടം. ശരിക്കും അവള് ഓടിക്കിതച്ചാണ് ക്ലാസ് മുറിയിലേക്ക് കയറുന്നത്. ക്ലാസ് മുറിയിൽ അപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് പിള്ളേർ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് ആശ അവിടേക്ക് കയറി വരുന്നത്. അവൾ നന്നായി വിറയ്ക്കുന്നുണ്ട്. അവൾ ചെന്ന് ഗ്രീഷ്മയുടെ പുറത്ത് ഇടിക്കുകയായിരുന്നു. ഗ്രീഷ്മ അവൾ പെട്ടെന്ന് തന്റെ ദേഹത്തോട് ചേർത്ത് നിർത്തി. അകത്തെ ക്ലാസ് മുറിയിലെ മറ്റു കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഗ്രീഷ്മ ആശയെ ചേർത്ത് പിടിച്ചിട്ട് ആശ്രയിച്ചു. എന്തു പറ്റിടി? ശരിക്കും ആശയുടെ വായിൽ നിന്ന് ഒരു ശബ്ദവും വരുന്നില്ല. വരുന്നത് ഒരുതരം ഭയം കലർന്ന തേങ്ങലാണ്. ഗ്രീഷ്മ ആശയെ ഒരു പരുവത്തിൽ ആശ്വസിപ്പിച്ച് അവിടുന്ന് അവളുമായി ഹോസ്റ്റലിലേക്ക് മടങ്ങി. ഗ്രീഷ്മയുടെ ആശ്വാസ വചനങ്ങളും അവളുടെ ഒരു സാമീപ്യമൊക്കെ ആശയിലേക്ക് ധൈര്യം പതുക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അവള് ഹോസ്റ്റലിൽ എത്തുമ്പോൾ നോർമലായി കഴിഞ്ഞു. അന്ന് ഉറങ്ങാനുള്ള സമയമായപ്പോൾ ഗ്രീഷ്മ ആശയോട് ചോദിക്കുകയും ചെയ്തു, ആശ ഞാൻ കൂട്ടുകിടക്കണോ? അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് ആശ അവളുടെ മുറിയിലേക്ക് കയറി. അവള് വാതിലിന്റെ കുറ്റി കിട്ടും. അവള് കട്ടിലേക്ക് കിടക്കുമ്പോൾ അവളുടെ ഉള്ളത് പിടക്കുകയാണ്. ഇന്നലെ കണ്ടതുപോലെ ഇന്നലെ കേട്ടതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ ചെയ്യൂ, അങ്ങനെ ഒരു ഭയം ആശയുടെ ഉള്ളിലുണ്ടായിരുന്നു. ആശ പുതപ്പെടുത്ത് അവിടെ തലയുടെ മുകളിൽ കൂടി അങ്ങ് മൂടി. കണ്ണുകൾ ഇറുക്കി അടച്ച് ആശ ആ പുതപ്പിനകത്ത് അങ്ങനെ നിശബ്ദയായി കിടക്കുകയാണ്. ആ മുറിക്കുള്ളിൽ ആരുമില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. എന്നാലും ഒരു ഭയം. അവളങ്ങനെ കണ്ണുകൾ ഇറുക്കി അടച്ച് കിടക്കുമ്പോൾ സമയം ഇങ്ങനെ ഓടിങ്ങ് പോവുകയാണ്. എത്ര സമയം ഓടിപ്പോയെന്ന് ആശയ്ക്ക് കൃത്യമായി അറിയില്ല. എന്തോ ഒരു സംശയം തോന്നി ആശ ഒന്ന് ചരിഞ്ഞപ്പോ ശരിക്കും അവള് ഞെട്ടിപ്പോവുകയാണ്. അവളുടെ തൊട്ടടുത്ത് പുതപ്പിന് പുറത്ത് ഒരാള് കിടക്കുകയാണ്. ആ മുറിയിൽ അവളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പോ അവൾ ഇതും അറിയുകയാണ്. അവളുടെ കിടക്കയിൽ അവൾക്കൊപ്പം ഒരാൾ കൂടിയുണ്ട്. ഭയന്നുപോയ ആശ ചാടി എണീറ്റ് ഓടിച്ചെന്ന് വാതിൽ തുറന്ന് ഒരൊറ്റ ഓട്ടം. അവളുടെ 2 കൈയും ഉയർത്തി ഗ്രീഷ്മയുടെ വാതിൽ ആഞ്ഞടിക്കുകയാണ്. ശബ്ദം കേട്ട് ഗ്രീഷ്മ വാതിൽ തുറക്കുമ്പോൾ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ആശയാണ് കണ്ടത്. ആശ അവളുടെ മുറിയിലേക്ക് ചൂണ്ടി ഗ്രീഷ്മയോട് പറഞ്ഞു, മുറിയിൽ അവളുണ്ട്, മുറിയിൽ ആരോ ഉണ്ട്. അത് കേട്ടത് ഗ്രീഷ്മ ആശയുടെ മുറിയിലേക്ക് ഓടി വന്നു. ആ മുറിയിലെ ലൈറ്റ് ഇട്ട് ഗ്രീഷ്മ ആ മുറിയിലേക്ക് നോക്കിയിട്ട് ആശയോട് പറഞ്ഞു, ഇതിനകത്ത് ആരുമില്ല. അവള് 2-3 തവണ ആ കാര്യം പറഞ്ഞിട്ടും ആശയ്ക്ക് വിശ്വാസമായില്ല. അവസാനം ആശ മടിച്ച് ഗ്രീഷ്മ നിൽക്കുന്ന വാതിൽക്കിലേക്ക് വന്ന് അവിടെ ആ കിടക്കയിലേക്ക് നോക്കിയിട്ട് ഗ്രീഷ്മയോട് പറഞ്ഞു, അവിടെ ആ ബെഡില് എന്റെ അടുത്ത് കിടക്കുകയായിരുന്നു. ആശ, നീ എന്താ ഈ പറയുന്നത്? അടച്ചു പൂട്ടിയിരിക്കുന്ന നിന്റെ മുറിയിൽ നിന്റെ ബെഡിൽ മറ്റൊരാൾ കൂടി ഉണ്ടാവുമെന്ന് അസംഭവ്യം. നീ എന്തോ കണ്ട് ഭയന്നിരിക്കുകയാണ്. ആ ഭയമാണ് നിന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നതും കേൾപ്പിക്കുന്നത്. നിനക്ക് കുറച്ച് റെസ്റ്റ് വേണം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചേച്ചി വിളിച്ച് കാര്യം പറ. എന്നിട്ട് നീ വീട്ടിലേക്ക് പോകും. 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് മടങ്ങി വന്നാൽ മതി. ഗ്രീഷ്മ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞതും ആശ അവളുടെ ഫോൺ എടുത്ത് അവളെ ചേച്ചിയെ വിളിച്ചു. ആശയുടെ ചേച്ചി തട്ടാമല പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. തട്ടാമല SHO അനുപമ ശരിക്കും സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി റെഡി ആകുമ്പോഴാണ് ഫോണിൽ ആശ എന്ന് കാണുന്നത്. അവൾ ഉടൻ തന്നെ ഫോൺ എടുത്തു. ആശ, എന്താണ് ഈ രാത്രിയിൽ? ആ ചോദ്യം കേട്ടതും ആശ പറഞ്ഞു, ചേച്ചി എനിക്ക് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കണം. ചേച്ചി നാളെ എന്നെ ഒന്ന് വിളിക്കൂ. ആശയുടെ ശബ്ദം അനുപമയ്ക്ക് നന്നായി അറിയാം. അവളൊന്ന് ചിണുങ്ങിയാൽ, അവളൊന്ന് കരഞ്ഞാൽ, അവളൊന്ന് തുമ്മിയാൽ അതുപോലും അനുപമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആശയുടെ ആ ശബ്ദത്തിലെ ആവശ്യം കൃത്യമായി അനുപമയ്ക്ക് ബോധ്യമായി. അനുപമ അനിയത്തിയോട് പറഞ്ഞു, ഓക്കെ ഡി, നാളെ ഞാൻ വരാം. അങ്ങനെ പറഞ്ഞ് അനുപമ ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ ചേച്ചി വന്ന് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞപ്പോൾ ആശ അത് അങ്ങനെ തന്നെ ഗ്രീഷ്മയോട് പറഞ്ഞു. എന്തായാലും ആശയ്ക്കും ഗ്രീഷ്മയ്ക്കും അത് ഒരു സന്തോഷമുള്ള കാര്യമായി. അവർ 2 പേരും അന്ന് ഗ്രീഷ്മയുടെ മുറിയിലാണ് കഴിഞ്ഞത്. പിറ്റേന്ന് നേരം പുലർന്ന് വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഗ്രീഷ്മ ആശയോട് ചോദിക്കുന്നത്,
ആശ, ഇന്നല്ലേ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അവളുടെ പ്രോജക്റ്റ് ഇതുവരെ ടീച്ചർക്ക് കൊടുത്തിട്ടില്ല. അവളുടെ വർക്ക് ഏതാണ്ട് 90% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 10% ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി കണക്റ്റഡ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് അവള് കോളേജിൽ പോയേ പറ്റൂ. അത് മനസ്സിലാക്കിയതും ആശ ഗ്രീഷ്മയ്ക്കൊപ്പം അന്ന് കോളേജിലേക്ക് ചെന്നു. അവളും ഗ്രീഷ്മയോട് ചേർന്ന് അവരുടെ പ്രോജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അവരുടെ റെക്കോർഡ് ബുക്കുകൾ ടീച്ചേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തതിനു ശേഷം തിരിച്ച് ഹോസ്റ്റലിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആശ ചേച്ചിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ചേച്ചി, ഇന്ന് ഞാൻ വരുന്നില്ല, നമുക്ക് നാളെ പോവാം. ഇന്ന് എനിക്ക് കുറച്ച് വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കേട്ടപ്പോൾ അനുപമ സമ്മതിക്കുകയും ചെയ്തു. അനുപമയോട് കാര്യം പറഞ്ഞതിന് ശേഷമാണ് ആശയും ഗ്രീഷ്മയും കൂടി ഹോസ്റ്റലെത്തുന്നത്. ഹോസ്റ്റൽ മുന്നിലാണ് അവരുടെ ബസ് നിർത്തുന്നത്. ബസ്സിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ആശയാണ്. രണ്ടാമത് ഗ്രീഷ്മ ഇറങ്ങിയതും അവളുടെ കാലൊന്ന് തെന്നി. ശരിക്കും മുട്ടടിച്ച് അവള് താഴെ റോഡിൽ തന്നെ വീണു. പെട്ടെന്ന് ആ ബാക്കി കുട്ടികളും ആശയെല്ലാം കൂടി ചേർന്ന് ഗ്രീഷ്മയെ പിടിച്ചെണീപ്പിച്ചപ്പോൾ അവർക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആശുപത്രി പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ നല്ല പെയിനുണ്ട്. അത് ബോധ്യമായതും ഗ്രീഷ്മ ആശയോട് പറഞ്ഞു, ആശ, എനിക്കിനി ഇന്ന് ഹോസ്റ്റലിൽ കിടക്കാൻ പറ്റില്ല, ഞാൻ വീട്ടിലേക്ക് പോവാം. ആശയ്ക്കും ഗ്രീഷ്മയുടെ അവസ്ഥ മനസ്സിലാവും. ആശ തന്നെയാണ് ഒരു ഓട്ടോ പിടിച്ച് അവസാനം ഗ്രീഷ്മയെ ഓട്ടോ കയറ്റി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. ഗ്രീഷ്മയുടെ വീട് ഒരു ഓട്ടോയിൽ പോകത്തക്ക ദൂരത്ത് തന്നെയാണ്. എന്നാലും അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു എന്ന് മാത്രം. ഇതിനിടയിൽ നേരത്തെ തന്നെ ഗ്രീഷ്മ ഹോസ്റ്റൽ മേറ്ററിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൾക്കൊപ്പം കുറച്ചു ദിവസം ആശ കൂടി താമസിക്കുമെന്നാണ് മേട്ടനോട് ഗ്രീഷ്മ പറഞ്ഞത്. മേട്ടൻ അത് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുവാദമൊക്കെ കിട്ടിയതിന് ശേഷമാണ് അവർ രണ്ടുപേരും കൂടി കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വരുന്നത്. ഹോസ്റ്റലിന്റെ മുന്നിലെത്തിയപ്പോഴാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് അപകടം ഉണ്ടായതും ഗ്രീഷ്മ അവളുടെ വീട്ടിലേക്ക് മടങ്ങിയത്. ആശ ഹോസ്റ്റൽ മേട്ടന്റെ മുന്നിലെത്തിയപ്പോൾ മേട്ടൻ കാര്യം തിരക്കി. ഗ്രീഷ്മയെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാലുളുക്കി വീട്ടിലേക്ക് പോയ കാര്യം പറഞ്ഞതും മേട്ടൻ ആശയോട് പറഞ്ഞു, ഗ്രീഷ്മ വിളിച്ചിട്ട് നീ ഇന്ന് ഗ്രീഷ്മയുടെ മുറിയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, ഒരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞ ആശ ഗ്രീഷ്മയുടെ മുറിയിലേക്ക് മടങ്ങി. ഗ്രീഷ്മ അവളുടെ താക്കോല് ആശയെ നേരത്തെ തന്നെ ഏൽപ്പിച്ചിരുന്നോണ്ട് അവളുടെ മുറി തുറക്കാതെ നേരെ പോയി ഗ്രീഷ്മയുടെ മുറിയാണ് തുറന്നത്. ആശയ്ക്ക് ഒറ്റയ്ക്ക് ആശയുടെ മുറി തുറക്കാൻ ഇപ്പൊ ഒരു ഭയം. എന്തായാലും ഗ്രീഷ്മയുടെ മുറിയിൽ ഇനി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു വിശ്വാസത്തോടുകൂടി അന്ന് പഠനമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം മുറി അടച്ച് ആശ ഉറങ്ങാനായി കിടന്നു. ആശ അതുപോലെ തലയുടെ മുകളിൽ കൂടി ആ പുതപ്പ് വലിച്ചിട്ട് അങ്ങ് ഉറങ്ങാൻ കിടന്നു. ഗ്രീഷ്മയുടെ മുറിയിലാണ് കിടക്കുന്നതെങ്കിലും ഒരു ഭയം ഇപ്പോഴും ആശയ്ക്കുണ്ട്. അവള് നല്ല ഉറക്കത്തിലേക്ക് കടന്നപ്പോൾ പെട്ടെന്ന് ഫോണിന്റെ ശബ്ദം കേട്ടു. ഒരു മെസ്സേജ് വന്ന ശബ്ദമാണ്. ആ ശബ്ദം കേട്ടപ്പോൾ ഫോൺ എടുക്കണമോ വേണ്ടയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആശയ്ക്കുണ്ടായി. തലയ്ക്ക് നല്ല ദിവസം അവൾക്ക് വന്ന ആ 2 മെസ്സേജുകളാണ് ശരിക്കും അവളെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെസ്സേജ് വായിക്കണോ വേണ്ടയോ എന്നൊരു സംശയം ആശയ്ക്കുണ്ടായെങ്കിലും അവസാനം അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടിക്കൂടി വന്നപ്പോൾ ആശ ആ മൊബൈല് പതുക്കെ ഓണാക്കി. പുതപ്പിനുള്ളിലൂടെ അവള് ആ മൊബൈലിലേക്ക് നോക്കി. പുതപ്പിനുള്ളിൽ വെച്ച് തന്നെ അവള് ആ മൊബൈലിലെ മെസ്സേജ് വായിക്കുകയാണ്. യു ക്യാൻ ഫൈൻഡ് മീ ഇൻ ദി യൂറിനൽ. നിനക്ക് എന്നെ യൂറിനലിൽ കണ്ടുമുട്ടാം. വളരെ വ്യക്തമാണ് ആ വാചകം. ആ വാചകം വായിച്ച ആശ ശരിക്കും വിറച്ചു പോവുകയാണ്. നേരത്തെ അവൾ വായിച്ച ആ 2 മെസ്സേജിനും ഈ മെസ്സേജിനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ ഇപ്പൊ ആശയ്ക്കുണ്ട്. ആദ്യത്തെ മെസ്സേജ് ഐ ക്യാൻ സീ യു എന്നാണ്, എനിക്ക് നിന്നെ കാണാമെന്നാണ്. രണ്ടാമത്തെ മെസ്സേജ് ഞാൻ നിന്റെ മുറിയിൽ ഉണ്ടെന്നാണ്. ഇതാ മൂന്നാമത്തെ മെസ്സേജ് നിനക്ക് എന്നെ യൂറിനലിൽ കണ്ടുമുട്ടാമെന്നാണ്. ഈ 3 മെസ്സേജിനും ഒരു പ്രത്യേകതയുണ്ട്. ആ 3 മെസ്സേജിലുള്ള വ്യക്തി ഡയറക്റ്റ് ആയിട്ട് ആശയോട് സംവേദിക്കുകയാണ്. ആശയും ആ മെസ്സേജ് അയക്കുന്ന വ്യക്തിയും അല്ലാതെ വേറെ ഒരാളും ആ മെസ്സേജിലില്ല. അവർ 2 പേരും മാത്രമുള്ള കാര്യങ്ങളാണ് ആ മെസ്സേജിലുള്ളത്. തനിക്ക് ഏറെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് ആശയ്ക്കുണ്ടായി. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതും ആശ ആ മൊബൈൽ ഒന്ന് അമർത്തി പിടിച്ചു. നേരത്തെ ഇല്ലാതിരുന്ന ഒരു ധൈര്യം പെട്ടെന്ന് ആശയ്ക്ക് തോന്നുകയാണ്. തന്നെ ആരോ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൾ എന്തിനാ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ആളും താനും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെ അനവധി ചോദ്യങ്ങൾ ഈ സമയത്ത് ആശയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആശയ്ക്ക് ആ അർദ്ധരാത്രിയിൽ ആരെയും വിളിച്ച് ഈ കാര്യം ചർച്ച ചെയ്യാനും പറ്റില്ല. മറ്റു മുറികളിൽ കുട്ടികളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ആശയ്ക്ക് പരിചയമുണ്ട്. പക്ഷെ ഗ്രീഷ്മയോട് ഉള്ളതുപോലുള്ള ഒരു അടുപ്പം ആ കുട്ടികളോട് ആശയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ഗ്രീഷ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി ആ മുറികളിൽ ഏതിലെങ്കിലും ചെന്ന് അവരെ തട്ടി വിളിച്ച് അവർക്കൊപ്പം കിടക്കാന്ന് വെച്ചാൽ അത് ശരിയാകില്ല. ചിലപ്പോൾ അത് ഒരു വലിയ പാട്ടാവും. അതുകൊണ്ട് ആശ ആ മൊബൈല് ചേർത്ത് പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ച് പുതപ്പ് വലിച്ചു മൂടി ഒരൊറ്റ കിടത്തം. ശരിക്കും അവള് അങ്ങനെയൊക്കെ കിടന്ന് എപ്പോഴാണ് ഉറങ്ങിയെന്ന് അവൾക്കറിയില്ല. ശരിക്കും അവൾ അങ്ങനെ കിടക്കുമ്പോൾ അവളുടെ ഹൃദയം പടപട ഇടിക്കുന്നത് അവൾക്ക് തന്നെ കാണാം.
കേൾക്കുക മാത്രമല്ല, ഹൃദയം മുന്നോട്ട് മൂവ് ചെയ്യുന്നതിന്റെ ആ ചലനം അവൾക്ക് വിസിബിൾ ആണ്. അവളുടെ കാല് മുതൽ തല വരെ വിറയ്ക്കുന്നുണ്ട്. അവൾ നന്നായി വിയർക്കുന്നത് അവൾക്കറിയാം. ഫാൻ നല്ല ശക്തമായി ആ കട്ടിലിന് മുകളിൽ കറങ്ങുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ അവളുടെ ആ ചൂടിനെ ശമിപ്പിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ എങ്ങനെയോ അവളങ്ങ് ഉറങ്ങിപ്പോയി. നേരം പുലർന്ന് അവൾ ഉടൻ നോക്കിയത് ആ മൊബൈലിലേക്കാണ്. മൊബൈലിൽ ആ മെസ്സേജ് ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കും. രാവിലെ അനുപമയുടെ കോള് ഏകദേശം ഒരു 8 മണിയോട് അടുപ്പിച്ച് വന്നു. നീ വീട്ടിലേക്ക് പോകാൻ റെഡിയായോ? ഇല്ല ചേച്ചി, എനിക്ക് കുറച്ച് വർക്ക് കോളേജിൽ ചെയ്തു തീർക്കാനുണ്ട്, അത് ചെയ്തു തീർത്താലുടൻ ഞാൻ ചേച്ചിയെ വിളിക്കാം. ആ നീ വിളിക്കണേ. അങ്ങനെ പറഞ്ഞ അനുപമ ഫോൺ കട്ട് ചെയ്തു. അന്ന് അതുപോലെ അവൾ കോളേജിൽ പോയി. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ആ ദിവസം അങ്ങ് കടന്നുപോയി. രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ശരിക്കും ആ മുറിയിൽ അവൾ അങ്ങനെ കിടക്കുമ്പോൾ അവള് ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം അവൾക്ക് അറിയാം. തലേദിവസത്തെ പോലെ എന്തെങ്കിലും മെസ്സേജ് തനിക്ക് വരുമോ എന്നൊരു ഭയവും അവൾക്കുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കാം ആ മെസ്സേജ്? ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ആശയുടെ മനസ്സിലുണ്ട്. ഗ്രീഷ്മയുടെ കിടക്കയിൽ അവളും കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ പോലും അറിയാതെ അവള് ആ മൊബൈലിലേക്ക് നോക്കിപ്പോകും. മെസ്സേജ് ഒന്നും വരുന്നില്ല. അന്ന് നേരം പുലരാറായപ്പോഴാണ് ശരിക്കും ആശ ഉറങ്ങിയത്. അന്ന് എന്തുകൊണ്ടോ മെസ്സേജ് അവൾക്ക് വന്നില്ല. അടുത്ത ഒരാഴ്ചക്കാലം അവൾ മെസ്സേജിന് വേണ്ടി കാത്തെങ്കിലും മെസ്സേജ് വന്നില്ല. പക്ഷെ അതിന് വരും ഗ്രീഷ്മ വന്നു. ഗ്രീഷ്മ എത്തിയതോടുകൂടി അവൾക്ക് കുറച്ച് ധൈര്യമൊക്കെ. ഗ്രീഷ്മയോട് അവൾക്ക് വന്ന മൂന്നാമത്തെ മെസ്സേജിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. ആ മെസ്സേജ് വന്നതിന് ശേഷം ഏകദേശം ഒരാഴ്ച ആകാറായി. ഈ ഒരാഴ്ചക്കിടയിൽ ഒരിക്കൽ പോലും വേറെ മെസ്സേജ് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഗ്രീഷ്മയോട് ആശ പറഞ്ഞപ്പോൾ ആദ്യമായി ഗ്രീഷ്മ ആശ പറയുന്ന കാര്യം വിശ്വസിച്ചുറങ്ങിയാണ്. അവൾക്ക് ആദ്യം വന്ന 2 മെസ്സേജും അവളൊരു തോന്നൽ മാത്രമായിട്ടാണ് ഗ്രീഷ്മ കണ്ടിരുന്നത്. പക്ഷേ ഈ മൂന്നാമത്തെ മെസ്സേജ് വന്നതിന് ശേഷം മെസ്സേജുകൾ വന്നിട്ടില്ല എന്ന് ആശ പറയുന്നുണ്ടെങ്കിൽ നേരത്തെ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അവൾ പറയുന്നതും സത്യമാകും. അങ്ങനെ ഒരു ധാരണ ഇപ്പോൾ ഗ്രീഷ്മയ്ക്കുണ്ട്. പക്ഷെ ഗ്രീഷ്മ അക്കാര്യം ആശയോട് പറയാനൊന്നുമില്ല. പെട്ടെന്നാണ് 2 ആഴ്ചകൾ അതിവേഗം കടന്നു പോകുന്നത്. അതിനിടയിൽ അനുഭവം വിളിച്ചപ്പോൾ ഇനി ക്രിസ്മസ് അവധിക്ക് അവൾ വീട്ടിലേക്ക് ഉള്ളൂ എന്നുള്ള കാര്യം അവള് ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ആ ദിവസം എത്തി. ഹോസ്റ്റലിൽ ക്രിസ്മസ് ഡേ ആഘോഷം നടക്കുകയാണ്. ഈ ഹോസ്റ്റലേഴ്സ് പെൺപിള്ളേരൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായി വീശുന്ന പിള്ളേരാണ് നമ്മുടെ ഈ കോളേജിലുള്ള പിള്ളേർ. അവരെല്ലാം കൂടി ആ കോളേജിലെ ടെറസിന് മുകളിൽ ഇപ്പോൾ അങ്ങനെ തമ്പടിച്ചിരിക്കുകയാണ്. ക്രിസ്മസിനോട് അടുപ്പിച്ച് ആകാശം നല്ല രസമാണ്. നല്ല തെളിഞ്ഞ ആകാശവും ധാരാളം നക്ഷത്രങ്ങളുമുള്ള ആ ദിവസം കുട്ടികൾ അവിടെ പല ഗ്രൂപ്പായിട്ട് ഇരിപ്പുണ്ട്. ബിയർ അടിക്കുക എന്നുള്ളതാണ് അവർ പ്രധാന പരിപാടി. ബിയറൊക്കെ അടിച്ചങ്ങനെ ഫിറ്റായി വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള കളികൾ നടക്കുകയാണ്. അന്താക്ഷരിയും മറ്റു പല കളികളൊക്കെ കളിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് ഓജോ ബോർഡ് കളിച്ചാലോ? ഓജോ ബോർഡ് ബേസ് ചെയ്ത് ചില സിനിമകളൊക്കെ ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഒരു പെൺകുട്ടി അത് സൂചിപ്പിച്ചത്. ഓജോ ബോർഡിനെ കുറിച്ച് പറഞ്ഞതും പിന്നെ എല്ലാവരുടെ ശ്രദ്ധയും അതിലേക്കായി. അങ്ങനെ ഓജോ ബോർഡ് വരുത്തി അവര് ആ നാണയം എടുത്ത് ബോർഡിലേക്ക് വെച്ചതിന് ശേഷം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞതും ശരിക്കും ആ പിള്ളേരെ ഞെട്ടിച്ചുകൊണ്ട് ആ നാണയം അനങ്ങി. അവര് ലേശം ഫിറ്റാണെന്നേ ഉള്ളൂ, നല്ല ഫിറ്റാണെന്ന് വെച്ചാൽ അല്ല. നാണയം അനങ്ങിയപ്പോൾ ആ പിള്ളേർക്കൊക്കെ വല്ലാത്തൊരു അതിശയവും അതേസമയം ലേശം ഭയം ഉണ്ടാകുകയാണ്. ആ നാണയം പതുക്കെ മൂവ് ചെയ്ത് എം എന്നുള്ള ലെറ്ററിലെത്തി. ഉടൻ ഒരു കുട്ടി അവളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി എം. ആ നാണയം പിന്നെയും മൂവ് ചെയ്യാണ്. ആ നേരെ പോയത് എ എന്ന ലെറ്ററിലേക്കാണ്. ആ പെൺകുട്ടി ആ ലെറ്റർ എഴുതി MA. പിന്നീട് ആ നാണയം എത്തിയത് വൈയിലേക്കും അതിനുശേഷം എയിലേക്കുമാണ്. വൈയും എയും കൂടെ എഴുതിയപ്പോൾ അതൊരു പേരായി. ആ കുട്ടികൾ അറിയാതെ ഉറക്കെ പറഞ്ഞു പോവുകയാണ്, മായ. അങ്ങനെ അവരത് വായിക്കുമ്പോൾ ആ നാണയം പിന്നെയും മൂവ് ചെയ്യാണ്. അത് ഇപ്പൊ പോയത് അക്കങ്ങളുടെ നേരെയാണ്. ആ നാണയം ചെന്ന് നിന്നത് 2 എന്ന അക്കത്തിലേക്കാണ്. 2ൽ നിന്ന് ആ കോയിൻ ചലിച്ച് എത്തിയത് 0ത്തിലേക്കാണ്. 0ത്തിൽ എത്തിയതിനു ശേഷം ആ നാണയം പതുക്കെ സെന്ററിലോട്ട് വന്നിട്ട് പിന്നെയും ആ 0ത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പൊ ഇപ്പോ ആ പേരിനടുത്ത് ആ കുട്ടി എഴുതിയിരിക്കുന്നത് 200 എന്നാണ്. ആ നാണയം ഒരിക്കൽ കൂടി ചലിച്ച് 5 എന്ന അക്കത്തിലെത്തി. അതെടുത്ത് എഴുതിയപ്പോൾ അവർക്കത് വായിക്കാം. മായ 2005, മായ 2005. എന്താ ഈ സംഭവം? മായ എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള മായകളുണ്ടല്ലോ. പക്ഷെ ഇവിടെ അതിനോടൊപ്പം ഒരു നമ്പർ കൂടിയുണ്ട്, 2005 എന്ന നമ്പർ. മായ 2005. ഇത് 2005 ബാച്ചിലെ മായ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിറ്റാണെങ്കിൽ ഒരു പെൺകുട്ടി അങ്ങനെ ചോദിച്ചപ്പോൾ സകലരുടെയും ചിന്ത ആ വാക്യത്തിലേക്ക് വരികയാണ്. അവർക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് 2005 മായ. 2005 ബാച്ചിലെ ടോപ്പർ ആയിരുന്നു മായ. മായ 2005. ആ ടോപ്പറിന്റെ പേരാണോ ഈ സ്പിരിറ്റ് ഇപ്പോ അവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്? അനവധി ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. എന്തായാലും അവർക്ക് ഒരു ഭയം വന്നതോടുകൂടി അവരെല്ലാരും കൂടി ആ ഓജ ബോർഡൊക്കെ അടച്ചു വെച്ച് പെട്ടെന്ന് തന്നെ ബീർ കുപ്പിയൊക്കെ കാലിയാക്കി
അവിടുന്ന് അവരുടെ മുറികളിലേക്ക് മടങ്ങി. ഗ്രീഷ്മയും ആശയും കൂടി മുറിയിലേക്ക് മടങ്ങി എത്തുമ്പോൾ ആശയും ഗ്രീഷ്മയും ചർച്ച ചെയ്യുന്നതും ആ പേരാണ്, മായ 2005. ആശയ്ക്ക് വന്ന ആ 3 മെസ്സേജും ഇനി ഈ മായയുമായി കണക്റ്റഡ് ആണോ? മായ അവളുടെ സീനിയറാണ്. ഹൈ കളറിൽ അല്ലെങ്കിൽ 1 സ്കോർ നേടി അവിടുന്ന് പാസ് ഔട്ടായ കുട്ടിയാണ് മായ. ആ മായയെക്കുറിച്ച് താൻ എന്തിന് അറിയണം? ആ ഒരു ചോദ്യം സ്വാഭാവികമായി ആശയ്ക്കുണ്ട്, ഗ്രീഷ്മയ്ക്കും ആ ചോദ്യമുണ്ട്. അങ്ങനെ ആശയും ഗ്രീഷ്മയും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആശയുടെ മൊബൈലിലേക്ക് അപ്പോ ഒരു മെസ്സേജ് വന്നു, ഇറ്റ്സ് മീ. അതെ, അത് ഞാൻ തന്നെയാണ്. ആ മെസ്സേജ് ഇപ്പൊ ആശയ്ക്ക് മാത്രമല്ല ഗ്രീഷ്മയ്ക്കും കാണാം. ഇതുവരെ ആശ പറഞ്ഞ മെസ്സേജുകളൊക്കെ ആശ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇതാ ആദ്യമായി ഗ്രീഷ്മയും ആ മെസ്സേജ് കാണുകയാണ്, ഇറ്റ്സ് മീ. അതെ, അത് ഞാൻ തന്നെയാണ്. ആരെക്കുറിച്ചാണോ ഗ്രീഷ്മയും ആശയും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തി ഞാൻ തന്നെയാണ്, മായ തന്നെയാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ രാത്രിയിൽ ഗ്രീഷ്മയും ആശയും ഏതാണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ് ഈ മായ. കോളേജ് ടോപ്പറായി ആ കോളേജിൽ നിന്ന് പുറത്തുപോയ കുട്ടിയാണ് മായ. മായ എല്ലാവരും അറിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, അവള് ഹോക്കി പ്ലെയറാണ്. കോളേജിന്റെ ക്യാപ്റ്റനായിരുന്നു മായ. അതുകൊണ്ട് തന്നെ മായ അറിയാത്ത ഒരാളും ആ കോളേജിൽ ഉണ്ടാവില്ല. ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ ശരിക്കും ഈ കോളേജിനെ ഹോക്കി മത്സരത്തിൽ വിജയിപ്പിച്ചത് തന്നെ മായയാണ്. തൽഫലമായി മായ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനുമായി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മായ അറിയാം. കോളേജിൽ നിന്ന് ഒരാള് യൂണിവേഴ്സിറ്റി ടീമിന്റെ ക്യാപ്റ്റനാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ആ മായയാണോ ഈ മെസ്സേജ് അയക്കുന്നത്? അല്ല, മായ എന്തിന് ഇത്തരത്തിൽ മെസ്സേജ് അയക്കണം? ഒരു ഉത്തരവും അവർക്ക് കിട്ടുന്നില്ല. മായ തിരിച്ചു വിളിക്കാനായിട്ട് അവരുടെ കയ്യിൽ മായയുടെ നമ്പറുമില്ല. ഇപ്പോൾ ഈ മെസ്സേജ് വരുന്നതാണെങ്കിൽ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ്, അൺനോൺ എന്നാണ് എഴുതി കാണിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മയും ആശയും ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രീഷ്മ ആശയോട് പറഞ്ഞു, ആശ, നാളെ എന്തായാലും നീ വീട്ടിലേക്ക് പോവുകയില്ലേ? നിന്റെ ചേച്ചി നിന്നെ വിളിക്കാൻ വരുമ്പോൾ നീ ചേച്ചിയോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കും. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. നമ്മൾ ഇത് നിന്റെ ചേച്ചിയോട് പറയണമെന്ന് എന്റെ മനസ്സ് പറയുകയാണ്. ഗ്രീഷ്മ അവളുടെ മനസ്സിൽ തോന്നിയ കാര്യം അതുപോലെ ആശയോട് പങ്കുവച്ചു. അങ്ങനെയാണ് പിറ്റേന്ന് ക്രിസ്മസ് അവധിക്കാലം ആഘോഷിക്കാനായി വീട്ടിലേക്ക് മടങ്ങുന്ന ആശ അവളുടെ ചേച്ചിയുടെ വാഹനത്തിൽ കയറിയപ്പോൾ അവളുടെ ചേച്ചിയോട് ആ കാര്യം പറയുന്നു. ആ കാര്യം പറഞ്ഞത് മാത്രമല്ല, അവള് ഫോണിലെ ആ മെസ്സേജ് അനുപമയെ കാണിക്കുകയും ചെയ്തു. ആശ പറഞ്ഞ കഥകളൊക്കെ കേട്ട അനുപമ വാഹനം ഓടിക്കുന്നിടയിൽ ആശയോട് പറഞ്ഞു, ആശ, എന്തായാലും യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്ന കുട്ടിയല്ലേ, ഞാനൊന്ന് തിരക്കാം. അവളുടെ ഒരു അനുജത്തി ഈ കോളേജിലല്ലേ പഠിക്കുന്നത്. അത് ചേച്ചി അവൾ ഇവിടെയാണ് പഠിക്കുന്നത്. പക്ഷെ അവൾക്ക് അവളുടെ ചേച്ചിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതെന്താ കാര്യം? ചേച്ചി, ഈ കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ മായ ആരെയോ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയെന്നാണ് ഞങ്ങൾ ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്ക് മായയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കരുനാപ്പള്ളിക്ക് അടുത്ത് എവിടെയോ ആണ് മായ താമസിക്കുന്നതാണ് ആകെ അറിയാവുന്ന കാര്യം. ആശ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞത് തലേദിവസം ആ ബിയർ കുടിക്കുന്ന സമയത്ത് മറ്റു കുട്ടികൾ പറഞ്ഞൊക്കെയാണ്. മായയുടെ പേര് എഴുതി കാണിച്ച സമയത്ത് പലരും അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെച്ചപ്പോഴാണ് അത്രയും വിവരങ്ങൾ കിട്ടിയത്. എന്തായാലും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മായയെക്കുറിച്ച് തിരക്കാമെന്ന് അനുപമ ആശയ്ക്ക് വാക്കുകൊടുത്തു. എന്തായാലും ആശ വളരെ താല്പര്യത്തോടെ ഒരു കാര്യം ചേച്ചിയോട് സൂചിപ്പിച്ചതുകൊണ്ടാവണം തട്ടാമലയിലേക്ക് മടങ്ങിയെത്തിയ അനുപമ ആ കേസ് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അനുപമ കരുനാഗപ്പള്ളിയിലെ മായയുടെ വീട്ടിലെത്തി. ആ വീടിന്റെ അഡ്രസ്സ് കണ്ടെത്തുക എന്നുള്ളത് അനുപമയ്ക്ക് ഒരു സിമ്പിൾ കേസാണ്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ആ വീട് വരുന്നത്. ഒരു തറവാട് വീട്ടിലേക്കാണ് അനുപമ എത്തിയത്. ആ വീട്ടിൽ അവരെത്തുമ്പോൾ പോലീസ് ജീപ്പ് കണ്ട് അകത്തുനിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. പോലീസ് വേഷത്തിൽ തന്നെയാണ് അനുപമ എത്തിയിരിക്കുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ അനുപമയെ കണ്ടപ്പോൾ അകത്തുള്ള ആളുകൾക്കൊക്കെ ഒരു അമ്പരപ്പെട്ടു. അവരോടായി അനുപമ അവർ വന്ന കാര്യം പറഞ്ഞു, എനിക്ക് മായ ഒന്ന് കാണണം. മായയോട് ഇല്ലല്ലോ, ഇവിടെ ഇല്ലേ, പിന്നെ അവിടെ പോയി? അത് ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെ ഒരാള് മറുപടി പറഞ്ഞതും അനുപമ അവരോട് പറഞ്ഞു, നോക്ക്, ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മുഴുവൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കേണ്ടി വരും. അനുപമയുടെ സംഭാഷണത്തിൽ ഉണ്ടാകുന്ന ആ ടോൺ വ്യത്യാസം എന്തായാലും അവിടെ ഒരു ഫലം ഉണ്ടാക്കി. അവര് അനുപമയോട് പറഞ്ഞു, മാഡം, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം ഇവിടുന്ന് ഒളിച്ചോടിയതാണ്. ബാംഗ്ലൂരോ മറ്റോ അവൾ താമസിക്കുകയാണെന്ന് ആരോ പിന്നീട് ഞങ്ങളോട് പറഞ്ഞിരുന്നു. അവളിപ്പോൾ ജീവനോട് ഉണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. കാരണം അവൾ ഞങ്ങളെ വിളിക്കാറില്ല. ആ വീട്ടുകാര് ശരിക്കും പറയാതെ പറയുന്ന ഒരു വാചകമുണ്ട്. അവള് മരിച്ചുപോയെന്ന് കരുതി അവൾക്ക് ബലികർമ്മങ്ങൾ വരെ നടത്തിയിരിക്കുകയാണ്. പിണ്ടം വെച്ചു എന്ന് പറയാം. നമ്മൾ അരി ഉരുട്ടി പിണ്ടം വെച്ച് കാക്കകൾക്ക് കൊടുക്കുന്നത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ എല്ലാ ഓർമ്മകളും അയാളുടെ എല്ലാ ആത്മാവും അയാളുമായി ബന്ധപ്പെട്ട എല്ലാം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാനാണല്ലോ. അതേ ശൈലിയിൽ മായയെ അവരുടെ
ബന്ധങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു എന്നാണ് അവര് അനുപമയോട് പറഞ്ഞത്. അനുപമയ്ക്ക് ആ വാക്കുകൾ ശരിക്കും കൊണ്ടു. ഒരു ആളെ പ്രണയിക്കുക എന്നുള്ളത് അത്ര മോശം കാര്യമൊന്നുമല്ല. ആളോടൊപ്പം താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി ആ ആൾക്കൊപ്പം ഇറങ്ങിപ്പോയി. അതുകൊണ്ട് അവളെ പിണ്ടം വെച്ച് അവൾക്ക് ബലിച്ചോറൊക്കെ കൊടുത്ത് അവളെ മരിച്ചതായി പ്രഖ്യാപിക്കുന്ന ആ രീതി അതത്ര നല്ലതായിട്ട് അനുപമയ്ക്ക് തോന്നിയില്ല. അനുപമ അതിനെക്കുറിച്ച് അവരെ ഓർപ്പിച്ചതിന് ശേഷമാണ് അവിടുന്ന് സ്റ്റേഷനിലേക്ക് മടങ്ങുന്നത്. സ്റ്റേഷനിലേക്ക് മടങ്ങുമ്പോൾ അനുപമയുടെ മനസ്സിൽ മായ ഒരു ചോദ്യചിഹ്നമായി വളരുകയാണ്. മായ ഒളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പയ്യനൊപ്പമാണ്. അയാളുടെ പേര് ആന്റോ ആന്റണി എന്നാണ്. ആന്റോ ഒരു കാണാനൊക്കെ നല്ല വെർത്തുള്ള ആളായിട്ടാണ് അയാളുടെ ഫോട്ടോ കളക്ട് ചെയ്തപ്പോൾ അനുപമയ്ക്ക് തോന്നിയത്. ആന്റോയും മായയും കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ജോഡി ഫീൽ ചെയ്യുന്നുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് അനുരാഗം തോന്നുകയും അവസാനം അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുകയാണ്. കണ്ടാൽ ആരും പറയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. അങ്ങനെയുള്ള ആ ജോഡിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് മായയുടെ വീട്ടുകാരൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും അവരെക്കുറിച്ച് കൂടുതലൊന്ന് തിരക്കാമെന്ന് അനുപമ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ മായയുടെയും ആന്റോയുടെയും ഫോൺ നമ്പർ അനുപമ സംഘടിപ്പിച്ചു. അതിന്റെ ബേസിൽ ഒരു അന്വേഷണം നടത്താൻ തുടങ്ങുമ്പോഴാണ് മായയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലാകുന്നത്. മായയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പക്ഷെ ആന്റോയുടെ ഫോൺ സ്വിച്ച് ഓൺ തന്നെയാണ്. ആന്റോ ആന്റണിയെ വിളിക്കുമ്പോൾ അയാള് ബാംഗ്ലൂരിലുണ്ട്. ബാംഗ്ലൂരിൽ അയാൾക്കൊപ്പം താമസിച്ചിരുന്ന വ്യക്തിയാണ് മായ. പക്ഷേ അവര് രണ്ടുപേരും ഈ നാട്ടുകാർ പറയുന്ന പോലെ അങ്ങനെ വിവാഹിതരായി താമസിച്ചൊന്നുമല്ല. ആന്റോ ആന്റണിക്കൊപ്പം മായ ഒളിച്ചോടി എന്നുള്ളത് സത്യമാണ്. ഒന്നിച്ച് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലീവ് ആൻഡ് ടുഗദർ ലൈഫാണ് ശരിക്കും മായയും ആന്റോ ആന്റണിയും കൂടി പ്ലാൻ ചെയ്തത്. ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നിച്ച് ബാംഗ്ലൂരിൽ താമസിക്കായിരുന്നു. പക്ഷെ എപ്പോഴോ മായ ആന്റോ ആന്റണിയെ വിട്ടുപോയി. എങ്ങോട്ടാണ് പോയെന്ന് ഇപ്പോഴും അയാൾക്ക് അറിയില്ല. ആദ്യമൊക്കെ അയാള് കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. പിന്നീട് മായ ഫോൺ എടുക്കാതെ ആയതോടുകൂടി ആ കോണ്ടാക്ട് അങ്ങ് നിന്നു. അവരുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയ കാര്യം ഇപ്പൊ പോലീസ് പറയുമ്പോഴാണ് അയാൾ അറിയുന്നത്. അയാള് ഫോണിലൂടെ ഇത്രയും കാര്യങ്ങൾ അനുപമയോട് പറഞ്ഞു. അനുപമയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കുറേയേറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്യാണ്. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ശരിക്കും അങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് അനുജത്തി ആശ അനുപമയെ കാണിച്ച ആ മെസ്സേജ് ശരിക്കും നന്നായി തെളിഞ്ഞ് അനുപമയുടെ കൺമുന്നിൽ അങ്ങനെ വന്നു നിൽക്കുന്നത്. യു ക്യാൻ ഫൈൻഡ് മീ ഇൻ യൂർണൽ. മൂത്രപ്പുരയിൽ നിനക്ക് എന്നെ കണ്ടുമുട്ടാം, അല്ലെങ്കിൽ നിനക്ക് എന്നെ മൂത്രപ്പുരയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ആ സെനൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. മൂത്രപ്പുരയും മായയെ കാണണമെങ്കിൽ മൂത്രപ്പുരയിൽ പോകണം. ഏത് മൂത്രപ്പുര? അതൊരു വല്ലാത്ത ചോദ്യമാണ്. യൂർണലും മായയും തമ്മിൽ എന്ത് ബന്ധം? അനുപമയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ്. ആ ചോദ്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ ശരിക്കും അനുപമ അവളുടെ കമ്പ്യൂട്ടറിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മായയുമായി കണക്ട് ചെയ്ത് വന്ന എല്ലാ ന്യൂസുകളും കളക്ട് ചെയ്യുകയാണ്. മായ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് ഹോക്കി മത്സരത്തിൽ പങ്കെടുത്തതും അതിൽ വിജയിച്ചതും ഒക്കെ ശരിക്കും വാർത്തകളായിട്ടുണ്ട്. ചെറിയ വാർത്തകളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി മത്സരം നടക്കുമ്പോൾ ഇന്റർസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ മായ റെപ്രസെന്റ് ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റിയെ വിജയത്തിലേക്ക് നയിച്ചത് മായയുടെ ആ എണ്ണം പറഞ്ഞ ഗോളുകളാണ്. അതിനെക്കുറിച്ച് വലിയ ലേഖനങ്ങളും മായയുടെ വലിയ ഛായാചിത്രവും ഒക്കെ പത്രങ്ങളിലുണ്ട്. അതൊക്കെ അനുപമ കളക്ട് ചെയ്തു. അതിസുന്ദരിയാണ് മായ. ശരിക്കും ആ ഹോക്കി ഡ്രസ്സിൽ അവൾ ഒന്നുകൂടി സുന്ദരിയാണ്. ശരിക്കും ഈ മായയ്ക്ക് എന്താ സംഭവിച്ചത്? മായയുടെ ലീവ് ഇൻ ടുഗദർ പാർട്ട്ണർ ആന്റോ ആന്റണി പറയുന്നത് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മായ കുറെ മാസങ്ങൾക്ക് മുമ്പ് അയാൾ വിട്ടുപോയെന്നാണ്. അതിന്റെ വാസ്തവം ഇനി അന്വേഷിച്ച് അറിയേണ്ടിയിരിക്കുന്നു. മായ എന്ന ആ വിദ്യാർത്ഥിനി എന്തിന് തൻ്റെ അനുജത്തി ആശയുടെ മൊബൈലിൽ മെസ്സേജുകളായി വരണം? ആരാ മായയ്ക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്നത്? മായ മരിച്ചുപോയെങ്കിൽ മായയ്ക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മായ ആശയ്ക്ക് അയക്കുന്ന മെസ്സേജുകൾ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വരുന്നത്. ആ നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആശയ്ക്ക് വന്ന എല്ലാ മെസ്സേജുകളും ഇപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഏത് നമ്പറിൽ നിന്ന് ആശയ്ക്ക് മെസ്സേജ് വന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷേ ഈ കോൾ ഡേറ്റ റെക്കോർഡുകളും മെസ്സേജും ഒക്കെ ഈ പ്രൊവൈഡേഴ്സിന്റെ സെർവറിലുണ്ടാവും. ആ സെർവറുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ പെട്ടെന്ന് അനുപമയ്ക്ക് ഒരു തോന്നലുണ്ടായി. അതിന് പക്ഷേ ചില അനുവാദങ്ങളൊക്കെ വേണം. ആ അനുവാദം ലഭിക്കാനായി അനുപമ തന്റെ ഹയർ ഒഫീഷ്യൽസിന്റെ അടുത്തെത്തി. DSP ഹരിദാസിനോട് അനുപമ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേരളത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യേണ്ട ഹോക്കി പ്ലെയർ ആയിരുന്നു മായ. ആ മായ ഇപ്പോ മിസ്സിംഗ് ആണ്. ആ മായയെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കാൻ ഇടയായ സാഹചര്യങ്ങളും അനുപമ DSP ഹരിദാസിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരിദാസ് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഹേയ് അനുപമ, നീ ഇതൊരു വലിയ പ്രേതകഥ പറയും പോലെയാണല്ലോ പറയുന്നത്. സർ, അങ്ങനെയല്ല. മായ രംഗത്ത് വരാതെ നമുക്ക് മെസ്സേജ് അയക്കുകയാണ്.
അവള് അയക്കുന്ന മെസ്സേജ് ഏത് ഫോണിൽ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആളെ കണ്ടുപിടിക്കാം. ആ മെസ്സേജ് അയക്കുന്ന ആളെ കിട്ടിയാൽ നമുക്ക് മായ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് പക്ഷേ നമുക്ക് ഈ ടെലിഫോൺ കമ്പനികളുടെ ഡേറ്റകൾ വേണം. അനുപമ ചോദിച്ചു വരുന്നത് എന്താണെന്ന് ഹരിദാസിന് മനസ്സിലായി. ഹരിദാസ് അനുപമയ്ക്ക് അങ്ങനെ അതിന് പെർമിഷൻ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആശയുടെ ഫോൺ നമ്പർ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സെർവറിൽ നിന്ന് ആശയ്ക്ക് വന്ന ആ മെസ്സേജുകൾ ഏതൊക്കെ നമ്പറിൽ നിന്നാണ് വന്നതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം തുടങ്ങി. വളരെ എളുപ്പം അവർക്കത് കണ്ടെത്താൻ പറ്റി. ആ നമ്പർ കണ്ടതും അനുപമ ആ നമ്പർ ചുറ്റും ഒരു വൃത്തം വരച്ചു. എല്ലാം ഒരു നമ്പറിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ആ നമ്പർ ആരുടെതെന്ന് അനുപമ ഉടൻ തന്നെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് അനുപമ ഞെട്ടി. അത് സാക്ഷാൽ മായയുടെ ഫോൺ നമ്പറാണ്. മായയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യം അനുപമയ്ക്ക് അറിയാം. മായയുടെ നമ്പറിലേക്ക് അനുപമയും വിളിച്ചതാണ്. ആ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, പക്ഷേ ആ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്. അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തതും അനുപമ മായയുടെ നമ്പറുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കളക്ട് ചെയ്തു. മായയുടെ നമ്പറുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുപമയ്ക്ക് ലഭിക്കുകയാണ്. മായയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയിട്ട് കുറെ നാളുകളായിരിക്കുന്നു. ആ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ആ ഫോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് പോലും ആർക്കും പോയിട്ടില്ല. പക്ഷെ അതേ നമ്പറിൽ നിന്ന് ഇവിടെ ഈ ആശയ്ക്ക് 3 തവണ മെസ്സേജ് വന്നിട്ടുമുണ്ട്. ശരിക്കും ഈ 2 ഡേറ്റയിലേക്ക് നോക്കിയ അനുപമയുടെ കണ്ണ് കറങ്ങി പോവുകയാണ്. മായയുടെ ആ കോൾ ഡേറ്റ റെക്കോർഡും അനുബന്ധ റെക്കോർഡുകളൊക്കെ പരിശോധിക്കുമ്പോൾ ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിട്ട് ഒത്തിരി മാസങ്ങളായി. അതേ സമയത്ത് മറുഭാഗത്ത് ആശയ്ക്ക് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 3 തവണ മെസ്സേജ് അതേ നമ്പറിൽ നിന്ന് വന്നിട്ടുമുണ്ട്. രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ചിലപ്പോൾ ഇനി ഡ്യൂപ്ലിക്കേറ്റ് സിമ്മെങ്ങാനും ആരെങ്കിലും എടുത്തിട്ട് മെസ്സേജ് അയക്കുന്നതാണോ? അതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൺഫേം ആക്കാനായി അനുപമ തീരുമാനിച്ചു. അത് ഈ മായയുടെ ഫോൺ നമ്പർ കണക്ട് ചെയ്തുകൊണ്ട് അവളുടെ ടവർ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ജോലിയാണ്. അങ്ങനെ ടവർ ലൊക്കേഷനുകൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ മായ കരുനാഗപ്പള്ളിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയത് കൃത്യമായും അനുപമയ്ക്ക് ഫോളോ ചെയ്യാൻ പറ്റി. ബാംഗ്ലൂരിൽ നിന്നും മായ പല സ്ഥലത്തേക്കും മൂവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മായയുടെ ആ ഫോണ് പല സ്ഥലത്തും കറങ്ങി കൊല്ലത്തെത്തിയ ദിവസം കൊല്ലത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ മായ എങ്ങോട്ട് പോയെന്ന് തനിക്ക് അറിയില്ല എന്നാണ് ആന്റണി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേ മായ ഇവിടെ ഇതാ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് വെച്ച് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ ഫോണ് എവിടെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണം സ്വാഭാവികമായിട്ടും നടത്തുമ്പോൾ കൊല്ലം ചിന്നക്കടയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് അത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ടൗണിൽ മായ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ആശയുടെ മൊബൈലിലേക്ക് അതേ നമ്പറിൽ നിന്ന് മെസ്സേജുകൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് കാണിക്കുന്നത്. അത് വർക്കിംഗ് അല്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കൺഫ്യൂഷനും ഒരു പ്രശ്നവുമുണ്ട്. ആ കാര്യം അനുപമ DSP ഹരിദാസിന്റെ ശ്രദ്ധയപ്പെടുത്തി. അപ്പോഴാണ് ഹരിദാസിന് ഈ സംഭവത്തിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നത്. ഒരു പ്രശ്നം ഈ വിഷയത്തിലുണ്ട്. മായ എന്ന ആ ഹോക്കി പ്ലെയർ ഈ ശൈലിയിൽ ഒളിച്ചു നിൽക്കേണ്ട ഒരാളെ അല്ല. ശരിക്കും മായ എവിടെ പോയി? മായക്ക് എന്താ സംഭവിച്ചത്? അത് കണ്ടെത്തണം. അതോടൊപ്പം ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം 2 മാസങ്ങൾക്ക് ശേഷം അതേ നമ്പറിൽ നിന്ന് എങ്ങനെയാണ് മറ്റൊരാളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നത്? അതിന്റെ ഈ സാങ്കേതിക സംവിധാനവും കണ്ടുപിടിക്കണം. ആരൊക്കെയോ ചേർന്ന് എന്തെങ്കിലും ഗെയിം കളിക്കുകയാണോ? ആ ഒരു ചോദ്യം ഹരിദാസിന്റെ ഉള്ളിലുണ്ട്. അതേ സമയത്ത് ഹരിദാസ് അനുപമ പറഞ്ഞ ആ വാചകം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് എന്നെ യൂർനലിനകത്ത് കണ്ടുപിടിക്കാം. അങ്ങോട്ട് മനസ്സിലാകാത്തൊരു വാചകമാണത്. യു ക്യാൻ ഫൈൻഡ് മീ ഇൻ ദ യൂർനൽ. ആ മെസ്സേജ് വഴി മായ അല്ലെങ്കിൽ മായയ്ക്ക് വഴി മെസ്സേജ് അയക്കുന്ന എന്താ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് തവണ ആ ചോദ്യം ഹരിദാസും അനുപമയും പരസ്പരം ചോദിക്കുകയാണ്. അനുപമയും ഹരിദാസും ഈ വിഷയം ശരിക്കും സീരിയസ് ആയി സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം, കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് പോലും എഴുതി തുടങ്ങിയിട്ടില്ല. എന്ന് പറയുമ്പോൾ കേസ് ഫയലിന് നമ്പർ ആയിട്ടില്ലെന്നാണ്. ഒരു അനൌദ്യോഗികമായ അന്വേഷണം അതാണ് നടക്കുന്നത്. ആരെങ്കിലും പരാതി നൽകുമ്പോഴാണ് ആ പരാതിയുമായി ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫയല് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു കേസ് നമ്പറായി മാറും. തുടർന്നാണ് അന്വേഷണം നടക്കുക. ഇവിടെ മായ കാണാനില്ല എന്നുള്ള പരാതി ആരും നൽകിയിട്ടില്ല. അനുപമയുടെ സഹോദരി അവൾക്ക് വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അന്വേഷണത്തിന് തുടക്കം കുറിച്ചത്. ആ മെസ്സേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫയലൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അനുപമയ്ക്കും അറിയാം, ഹരിദാസിനും അറിയാം. അവര് തങ്ങളെ ഈ വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ച് ആശ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പരസ്പരം പറയുമ്പോഴാണ് ആശയുടെ കോള് അനുപമയ്ക്ക് വരുന്നത്. ചേച്ചി, നമ്മുടെ കോളേജിലെ യൂറിനൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് ഒരാള് താഴേക്ക് വീണു. എന്നിട്ട് ചേച്ചി, അയാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കോളേജ് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ്.
അന്വേഷണം എന്തായെന്ന് അറിയാനാ ഞാൻ ചേച്ചിയെ വിളിച്ചത്. ആശ, അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ നിന്നോട് പറയാമെന്ന് കരുതിയതാണ്. അത്രയും അനുഭവം പറഞ്ഞപ്പോ പെട്ടെന്ന് അനുപമയ്ക്ക് എന്തൊരു ഓർമ്മ വന്നു. അനുപമ ആശയോട് ചോദിച്ചു, ആശ നീ എന്താ പറഞ്ഞേ? ആര് വീണെന്നാ പറഞ്ഞേ? ചേച്ചി, ഒരു പണിക്കാരനെ വീണ. അതെ അതെ, എവിടെ വീണെന്ന് പറഞ്ഞ? യൂറിനൽ എന്നല്ലേ പറഞ്ഞു? അതെ, യൂറിനൽ. ആ യൂറിനൽ എവിടെയാണ്? ചേച്ചി, ഞങ്ങളുടെ കോളേജിന്റെ തൊട്ട് പുറയിലാണ്. ആശ, നീ ഇപ്പോ കോളേജിലുണ്ടോ അതോ ഹോസ്റ്റലിലേക്ക് എത്തിയോ? ചേച്ചി, ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ആശ, നീ അവിടെ നിൽക്ക, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അനുപമ അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഹരിദാസിനോട് പറഞ്ഞു, സാർ ഇപ്പൊ ചോദിച്ചില്ലേ ഒരു യൂറിനലിന്റെ കാര്യം. എന്റെ അനുജത്തി പഠിക്കുന്ന കോളേജിൽ ഒരു യൂറിനലിന്റെ നിർമ്മാണം നടക്കുകയാണ്. ആ യൂറിനലിന്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് ഒരു അപകടം ഉണ്ടായി. ആ ആളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഈ കേസ് തുടങ്ങി വെച്ചത് എന്റെ അനുജത്തി ആശയാണ്. അവൾ തന്നെ ഈ കേസിലേക്ക് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നു. സാർ പറഞ്ഞതുപോലെ അവൾ നമ്മളെ ആ യൂറിനിലേക്ക് എത്തിക്കുന്നതാണെങ്കിലോ? അനുപമയുടെ ആ ചോദ്യം സ്വാഭാവികമായി ഹരിദാസിന്റെ ഉള്ളിൽ ഒന്ന് തറച്ചു. ആ സന്ദേശത്തിൽ പറയുന്ന യൂറിനലും അവര് ഇപ്പൊ കേട്ട യൂറിനലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ തോന്നിയതും ഹരിദാസ് അനുപമയോട് ചോദിച്ചു, അല്ല അനുപമ, നീ എന്താ ഇപ്പോ അവിടെ ചെന്നിട്ട് നോക്കാൻ പോകുന്നത്? സാർ, അങ്ങനെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷെ അവിടെ പോയി ഒന്ന് നോക്കണമെന്ന് എന്തോ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുകയാണ്. സാർ കൂടി വരികയാണെങ്കിൽ നമുക്ക് ആ സൈറ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. ആരും ഇപ്പൊ നമ്മൾ സംശയിക്കത്തില്ല. കാരണം ഒരു അപകടം ഉണ്ടായ സ്ഥലമാണല്ലോ. അപകടം ഉണ്ടായ സ്ഥലം നോക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ ആർക്കും അതിനകത്ത് ഒരു ഒബ്ജക്ഷൻ വരില്ല. അനുപമ പറയുന്നതിൽ യുക്തി ഉണ്ടെന്ന് ഹരിദാസിനും അറിയാം. അങ്ങനെയാണ് ഹരിദാസും അനുപമയും 1-2 പോലീസുകാരും അവിടെ ആ ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് കൊല്ലത്തെ ആ കോളേജിലേക്ക് വരുന്നത്. അന്ന് അവിടെ ഉച്ചയോടുകൂടി കോളേജ് വിട്ടിരിക്കുകയാണ്. എന്നാലും കുറെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ വ്യാപൃതരായിരിക്കുന്ന ആ കുട്ടികൾക്ക് മുന്നിലേക്കാണ് ആ പോലീസ് ജീപ്പ് വന്നത്. കോളേജ് ക്യാമ്പസിനകത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടും. അവിടെ ആ ജീപ്പ് പോർട്ടിക്കോയിലേക്ക് വന്നു നിന്നു. അപ്പോൾ തന്നെ കുട്ടികളൊക്കെ ആ ജീപ്പിന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. ജീപ്പിൽ നിന്ന് ഡിവൈഎസ്പി ഹരിദാസും അനുപമയും 1-2 പോലീസുകാരും പുറത്തിറങ്ങി. ഹരിദാസിനെ പരിചയമുള്ള കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. എന്ന് സാർ, അല്ല ഇവിടെ ഒരാള് യൂറിനലിന്റെ മുകളിൽ നിന്ന് വീണു എന്ന് കേട്ടു. ആ സ്പോട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാനാ വന്നത്. കുട്ടികൾ ഉടൻ തന്നെ ഹരിദാസിനെയും അനുപമയും ആ ടീമിനെയും അവിടെ നിന്ന് നേരെ ആ യൂറിനൽ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സംഭവം അറിഞ്ഞിട്ട് പ്രിൻസിപ്പലും മറ്റു ആളുകളൊക്കെ താഴെ ഇറങ്ങി വന്നു. വലിയൊരു സംഭവം നല്ല ഉണ്ടായിരിക്കുന്നത്. എന്നാലും പോലീസ് അന്വേഷിച്ച് വന്നതുകൊണ്ട് തന്നെ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് മാനേജ്മെന്റിന് അറിയാം. അതുകൊണ്ടാണ് അവരും കൂടി ഇറങ്ങി വന്നത്. ഹരിദാസും അനുപമയും പോലീസും മറ്റു പോലീസുകാരും ആ യൂറിനൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെത്തി. അവിടെ യൂറിനലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അവിടെ ഉണ്ട്, അതിന്റെ പണിക്കാരും ഒക്കെ ഉണ്ട്. അവരോടായി ഹരിദാസ് ചോദിച്ചു, എന്താ സംഭവിച്ചത്? സാർ, രമേശ് അവിടെ ആ യൂറിനിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. താഴ്ന്നു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മുകളിൽ വാങ്ങി വെക്കുന്ന ഒരു ശ്രമമാണ് പുള്ളി നടത്തിയത്. ശരിക്കും തട്ടടിക്കുന്ന പരിപാടിയാണ്. സാർ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രമേശ് മുകളിൽ നിന്ന് താഴേക്ക് വീണത്. ആരോ രമേശിനെ പിടിച്ച് തള്ളിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. തള്ളിയെന്നോ? അതെ സാർ, രമേശ് മൂക്കൂത്തി താഴേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ വീഴാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. രമേശ് എത്രയോ വർഷങ്ങളായി എന്നോടൊപ്പം പണിയുന്ന ആളാണ്. അങ്ങനെ വീഴുന്ന ആളെ അല്ല രമേശ്. രമേശ് വീണപ്പോ തന്നെ രമേശിന്റെ ബോധവും പോയി. അങ്ങനെ പറഞ്ഞ കോൺട്രാക്ടർ അടുത്ത് നിൽക്കുന്ന ഒരാളെ ചൂണ്ടി ഹരിദാസിനോട് പറഞ്ഞു, സാർ ഇയാളും മുകളിലുണ്ടായിരുന്നു. ഹരിദാസ് അയാളുടെ അടുത്തേക്ക് വിളിച്ചു, എന്താ ഉണ്ടായേ? സാർ, ഞാനും രമേശും കൂടിയാണ് യൂറിനലിന്റെ മുകളിൽ തട്ട് അടിച്ചുകൊണ്ടിരുന്നത്. മുകളിൽ നിന്ന് താഴ്ന്നു തരുന്ന പലക വാങ്ങിച്ച് രമേശാണ് എനിക്ക് തരുന്നത്. ഞാനാണ് ആണി അടിച്ചുകൊണ്ടിരുന്നത്. രമേശ് അവിടെ ഒരു വശത്തിരുന്ന് താഴെ നിന്ന് പലകൾ വാങ്ങിച്ച് എനിക്ക് തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. ഞാൻ നോക്കുമ്പോൾ രമേശ് താഴെ വീണ് കിടക്കുകയാണ്. സാർ, ഞാൻ ഉറപ്പിച്ചു പറയാം, എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് രമേശിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്നത്. രമേശ് അങ്ങനെ അങ്ങ് വീഴില്ല. അങ്ങനെ വീഴുന്ന ശൈലിയിലല്ല രമേശ് ഇരുന്നത്. ആ മുകളിലുണ്ടായിരുന്ന കക്ഷിയും അങ്ങനെ പറഞ്ഞപ്പോ അനുപമയും അതുപോലെ ഹരിദാസും മുഖത്തോട് മുഖം അറിയാതെ നോക്കിപ്പോവുകയാണ്. ശരിക്കും ആ ബിൽഡിങ്ങിൽ എന്തോ ഒരു വിഷയമുണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് അവരെ ആരോ എത്തിച്ചതാണ്. ആ ബിൽഡിങ്ങിൽ അവരെ എന്തിനാ എത്തിച്ചത്? എന്തായിരിക്കാം ആ ബിൽഡിങ്ങിൽ അവരെ കാത്തിരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായതും ഹരിദാസ് അവിടെ ആ പണിക്കാരെ കൊണ്ട് തന്നെ ഒരു ഏണി ഇടിപ്പിച്ച് ആ യൂറിനിലേക്ക് ചാരി വെച്ചതിന് ശേഷം മുകളിലേക്ക് കയറി. യൂറിനിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രത്യേകതകളും ഹരിദാസ് കണ്ടില്ല. ഹരിദാസ് താഴേക്ക് ഇറങ്ങി. ആ കെട്ടിക്കൊണ്ടിരിക്കുന്ന യൂറിനിന്റെ അകം മുഴുവൻ ഹരിദാസും അനുപമയും ചേർന്ന് പരിശോധിച്ചു. ഒരു തരത്തിലുള്ള പ്രത്യേകതകളും അവർ കാണുന്നില്ല. പുറത്തേക്കുന്ന കുട്ടികളും അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ പോലീസ് നോക്കുന്നത്. മുകളിൽ നിന്ന് ഒരാൾ വീണപ്പോ ആ വീഴ്ചയുമായി ബന്ധിപ്പിച്ച് ഇവരെന്തിനാ ഈ യൂറിനിലെ അകത്തൊക്കെ നോക്കുന്നത്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് ആ പോലീസുകാര് ഈ കോളേജ് അധികാരികളോട് പറയുന്നതുമില്ല. ആ പരിശോധന കഴിഞ്ഞപ്പോ ഹരിദാസും അനുപമയും പരസ്പരം ഒന്ന് നോക്കുകയാണ്. അവിടെ അവരൊന്നും കണ്ടില്ല. പക്ഷെ എന്തോ ഒന്ന് അവരവിടെ എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമില്ല. എന്തായിരിക്കാം അത്? ആ ചുവരുകളിലോ
ആ തറയിലോ ആ ചുറ്റുപാടോ ആ തട്ടിന്റെ മുകളിലോ ഒന്നും തന്നെ ഒരു പ്രത്യേകതയുമില്ല. സാധാരണ ഒരു യൂറിനൽ വാർക്കുന്നത് പോലെ വാർക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആകെയുള്ള പ്രത്യേകത ആ കോൺട്രാക്ടറും ആ മുകളിലുണ്ടായിരുന്ന കക്ഷിയും പറയുന്ന ആ കഥയാണ്. മുകളിലുണ്ടായിരുന്ന പണിക്കാരൻ രമേശൻ വീണതല്ല, ആരോ വീഴ്ത്തിയതാണ്. ആ ആളെ വീഴ്ത്തി തങ്ങളെ അവിടെ ആരോ എത്തിച്ചതാണ്. അങ്ങനെ ഒരു ചിന്ത ഇപ്പോ ഹരിദാസനും അതുപോലെ അനുഭവിക്കുന്നുണ്ട്. തങ്ങളെ അവിടെ എത്തിച്ചതാണെങ്കിൽ എന്തിനായിരിക്കാം എത്തിച്ചത്? എന്നെ നിങ്ങൾക്ക് യൂറിനലിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് മായയുടെ മെസ്സേജ് പറയുന്നത്. ആ യൂറിനലിൽ അവരിങ്ങനെ നോക്കിയിട്ടും അവിടെ മായയില്ല. പക്ഷെ മെസ്സേജ് വ്യക്തമാണ്, മായയെ അവിടെ കണ്ടെത്താൻ കഴിയും. ശരിക്കും ആ സമയത്താണ് പെട്ടെന്ന് ഹരിദാസന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങിയത്. അനുപമ ചിലപ്പോ ഈ യൂറിനലിന്റെ അടിയിൽ മായയെ ആരെങ്കിലും കൊന്നു കുഴിച്ചുമൂടി കാണും. ചില സിനിമകളിലേക്ക് ആ ശൈലിയിലുള്ള കഥകളുണ്ട്. അത് ഹരിദാസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം പെട്ടെന്ന് ഹരിദാസ് അനുപമയോട് ചോദിച്ചു പോകുന്നത്. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ അവർക്ക് വിശ്രമിക്കാൻ പറ്റില്ലെന്ന് രണ്ടുപേർക്കും അറിയാം. അങ്ങനെയാണ് ആ ഉപകരണം അവിടെ എത്തുന്നത്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന GPR ഹരിദാസ് ആവശ്യപ്പെട്ട അനുസരിച്ച് അവിടെ ആ ഉദ്യോഗസ്ഥന്മാരെ എത്തിച്ചു. ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം GPR ഉപയോഗിച്ച് അവിടെ ഒരു പരിശോധന തുടങ്ങി. ഈ സമയത്ത് വീട്ടിലേക്ക് പോകേണ്ട കുട്ടികളൊക്കെ അന്തം വിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്കും അതുപോലെ ഇവരെ അനുഗമിച്ചു വന്നിരിക്കുന്ന പോലീസുകാർക്കും ഒക്കെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. അവരൊക്കെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ആ GPR ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ ആ തറ സൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി. തറയിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫോസിലുകളുടെ സാന്നിധ്യം ഐഡന്റിഫൈ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന് പറയുന്നത്. ആ റഡാറുമായി യൂറിനലിന്റെ അകത്തേക്ക് ആ ടീം കയറി പതുക്കെ ഒരു പോയിന്റിലെത്തിപ്പോ ബീപ് ബീപ്പ് എന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടതും ഹരിദാസും അനുപമയും ആ ഭാഗത്തേക്ക് ഓടിയെത്തി. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വളരെ മുഴക്കത്തിൽ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം ആ യൂറിനിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വ്യാപിക്കുമ്പോൾ പുറത്തേക്കുന്ന കുട്ടികളും ആ പോലീസുകാരും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരും ഒക്കെ കേൾക്കുന്നുണ്ട്. ധാരാളം ജീവനക്കാർ അവിടെ ഉണ്ട്. ജീവനക്കാർക്ക് വൈകുന്നേരം വരെ കോളേജിൽ നിന്നല്ലേ പറ്റും. എല്ലാവരും ആ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് അന്തമിട്ട് നിൽക്കുന്ന ആളുകളോടായി യൂറിനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഹരിദാസ് പറഞ്ഞു, ഇത് ഫോസിലിന്റെ സാന്നിധ്യം കണ്ടെത്തുന്ന ഉപകരണമാണ്. ഈ യൂറിനലിൽ ഉള്ളിൽ ഫോസിലുണ്ട്. അങ്ങനെ ഹരിദാസ് പറഞ്ഞപ്പോ പ്രിൻസിപ്പൽ ഒരു സംശയം, സാർ താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ യൂറിനലിന്റെ അടിയിൽ നിങ്ങൾ ഏതെങ്കിലും ജീവികളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടാണോ യൂറിനൽ നിർമ്മിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യത്തില്ല സാർ. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് ഈ ഉപകരണം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിശോധന നടത്തിയേ പറ്റൂ. ഈ തറ ഒന്ന് കുഴിക്കണം. ഹരിദാസന്റെ വാക്കുകൾക്ക് അവിശ്വസനീയമിതം വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തർക്കങ്ങൾക്കൊന്നും പിന്നീട് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അവിടെ ധാരാളം പണിക്കാർ നിൽപ്പുണ്ട്. ആ പണിക്കാരോട് ആ തറ കുഴിക്കാൻ ഹരിദാസ് ആവശ്യപ്പെട്ടു. അതിവേഗമാണ് ആ തറ കുഴിക്കപ്പെട്ടത്. ആ യൂറിനകം പണിക്കാർ കുഴിച്ചു തുടങ്ങിയപ്പോ പുറത്ത് ആകാംക്ഷ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ സമയത്ത് DOSP വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനവധി പോലീസ് വാഹനങ്ങളും ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞു. മാധ്യമങ്ങളും വിവരം അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മാധ്യമങ്ങളൊക്കെ അവിടെ കിരച്ചെത്തുകയാണ്. മാധ്യമങ്ങൾ എങ്ങനെയാണ് വിവരം അറിഞ്ഞതെന്ന് DOSP ഹരിദാസിനും ടീമിനും അറിയില്ല. പക്ഷേ അകത്തുള്ള കുട്ടികളാരോ അവരുടെ പരിചയക്കാരായ മാധ്യമക്കാരോട് വിവരം അറിയിച്ചതുകൊണ്ട് അവർ ഓടിയെത്തിയതാണ്. കൊല്ലം ടൗണിൽ ഇഷ്ടംപോലെ മാധ്യമങ്ങളുണ്ട്. സകല മാധ്യമക്കാരും ആ ബിൽഡിങ്ങിലേക്ക് ഓടിയെത്തുമ്പോൾ ഇവിടെ ആ പണിക്കാര് ആ യൂറിനിന്റെ അകത്തുള്ള ആ കുഴി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുഴിച്ച് ഏകദേശം ഒരു 4 അടി താഴ്ത്തിയപ്പോ തന്നെ അവര് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാർ ഇവിടെ. ആ പണിക്കാര് അങ്ങനെ വിളിച്ചതും ഹരിദാസും അനുപമയും ഒരുമിച്ച് അകത്തേക്ക് കുതിക്കുകയായിരുന്നു. ആ കുഴിയുടെ അടുത്തേക്ക് ഓടിയെത്തി രണ്ടുപേരും ഒരുമിച്ച് ആ കുഴിയിലേക്ക് നോക്കി. അവർ ആ കാഴ്ച കാണുകയാണ്. അകത്ത് ഒരു അസ്ഥികൂടത്തിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അത് കണ്ടതും ഹരിദാസ് പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതിനെ പരിക്ക് പറ്റാതെ പുറത്തെടുക്കണം. അങ്ങനെ ഹരിദാസിന്റെ നിർദ്ദേശം കിട്ടിയതും ആ കുഴി കുറച്ചുകൂടി വലുതാക്കി വിപുലപ്പെടുത്തിയതിനു ശേഷം അവര് അസ്ഥികൂടത്തിന് പുറത്തുള്ള മണ്ണല്ല പതുക്കെ മാറ്റി അത് പതുക്കെ പുറത്തെടുക്കുകയാണ്. നല്ല പഴക്കമുള്ള ഒരു അസ്ഥികൂടമാണ്. ആ അസ്ഥികൂടം പുറത്തെടുത്ത് ഒരു വലിയ ഷീറ്റിന് മുകളിലേക്ക് അതിനെ വെച്ചു. ശരീരത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായും അഴുകി മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞു. ബാക്കിയുള്ളത് ആ അസ്ഥികൾ മാത്രമാണ്. ആ അസ്ഥികൾ ഒരു ആളിന്റെ രൂപത്തിന്റെ ക്രമത്തിൽ തന്നെ ഉണ്ട്. ആ ആൾ അങ്ങനെ കിടക്കുകയാണ്. അത് അതുപോലെ എടുത്തു വെച്ചപ്പോ ആ വയറിന്റെ ഭാഗത്ത് അപ്പോഴും ഒരു തിളക്കം കാണാനുണ്ട്. മണ്ണൊക്കെ മാറിയപ്പോ നല്ല സ്വർണ്ണ നിറമാണ് ആ ഭാഗത്ത് കാണുന്നത്. വയറിരുന്ന ഭാഗത്ത് മണ്ണ് മാറ്റപ്പെട്ടപ്പോ കണ്ട ആ സ്വർണ്ണ നിറം കണ്ട് ശരിക്കും അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും വാ അങ്ങ് പൊളിഞ്ഞു വരികയാണ്. ശരിക്കും ഈച്ച ടൺ കണക്കിന് കയറിപ്പോകുന്ന ശൈലിയിൽ അവർ വാ പൊളിഞ്ഞു പോയെന്ന് പറയാം. വിവരം ആ സമയത്ത് തന്നെ ഫോറൻസിക്കാരെ അറിയിച്ചതും അവരും സംഭവ സ്ഥലത്തേക്ക് എത്തി. അവര് ഒറ്റ നോട്ടത്ത് തന്നെ ആ ബോഡി ഒരു സ്ത്രീയുടേതാണെന്ന് പറയുകയും ചെയ്തു. ആ സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് 2-3 മാസങ്ങളെങ്കിലും ആകുമെന്നുള്ള ഒരു സൂചനയും ആ ബോഡി പരിശോധിക്കുമ്പോൾ തന്നെ ഫോറൻസിക്കാർ പറഞ്ഞു. എക്സാക്ട് സമയം കിട്ടണമെങ്കിൽ വളരെ വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം നടക്കണം. അതുപോലെ രാസപരിശോധന നടക്കണം.
പ്രാഥമിക പരിശോധനയിൽ ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടേതാണ് ആ ബോഡി എന്ന് ഏകദേശം ഒരു ധാരണ ഫോറൻസിക്കാർക്കുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് അവര് മറ്റൊരു കണ്ടെത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. അത് ഒരു യുവതിയുടെ ബോഡിയാണ്. ഒരു 22-23 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു യുവതിയുടെ ബോഡിയാണ്. ആ യുവതി ശരിക്കും നല്ല കൈ മെയ്യും വഴങ്ങുന്ന ഒരു അത്ലറ്റ് ആയിരുന്നിരിക്കാൻ സാധ്യതയുള്ള ആള് കൂടിയാണ്. ആ വാചകം ഫോറൻസിക്കാരൻ പറഞ്ഞതും ശരിക്കും അനുപമയുടെ കണ്ണിങ്ങനെ തള്ളി വരികയാണ്. അവൾ അന്വേഷിക്കുന്ന മായ ഒരു അത്ലറ്റാണ്. അവളൊരു ഹോക്കി പ്ലെയറാണ്. അവളുടെ കൈയും കാലും ഒക്കെ ശരിക്കും ഈ എക്സസൈസ് ചെയ്ത് അതിന്റെ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടാവും. അതാണ് ഇവിടെ ആ ബോഡി പരിശോധിച്ച സമയത്ത് തന്നെ ഫോറൻസിക്കാരുടെ ശ്രദ്ധപ്പെട്ടിരിക്കുന്നത്. മായയാണോ എന്ന് അറിയണമെങ്കിൽ ഇനി ഉറപ്പായും DNA പരിശോധന വേണം. പത്രങ്ങൾ ഈ എല്ലിൻകൂടത്തിന്റെ ചിത്രം അങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒപ്പിയെടുക്കുമ്പോൾ ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് ആ വയറിന്റെ ഭാഗത്താണ്. അവിടെ എത്തിയ ഫോറൻസിക് ടീം ആ വയറിന്റെ ഭാഗത്ത് പതുക്കെ ആ എല്ലുകൾക്കിടയിൽ നിന്ന് തട്ടി ആ ഷീറ്റിലേക്ക് ഇട്ട സാധനങ്ങൾ ഇപ്പോ നന്നായി തിളങ്ങുന്നു. അത് സ്വർണ്ണ നിറത്തിലുള്ള ഗുളികകളുടെ രൂപത്തിലുള്ള സാധനങ്ങളാണ്. ശരിക്കും പിൽസുകളാണ്. ഒരു 10-20 എണ്ണം ഉണ്ട്. 20ഓളം സ്വർണ്ണ ഗുളികകൾ ആ സ്ത്രീയുടെ വയറ്റിനകത്തുണ്ടായിരുന്നു. ആ സ്വർണ്ണ ഗുളികകൾ കഴിച്ചപ്പോ ആ സ്ത്രീ മരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ആരാ അവരവിടെ കുഴിച്ചിട്ടത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. അത് മായയാണോ എന്ന് അറിയുക എന്നുള്ളതാണ് അനുപമയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആവശ്യം. DNA പരിശോധനയ്ക്ക് വേണ്ടിയുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ ആ ടീം കടക്കുകയാണ്. ബോഡി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ ആ ബോഡിയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ പരിശോധനയും പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കുകയാണ്. ഈ വിവരം അനുപമ അപ്പോൾ തന്നെ ആശ വിളിച്ചു പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് യൂറിനൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് മായ പറഞ്ഞത് ഈ ഡെഡ് ബോഡിയെ ഉദ്ദേശിച്ചായിരിക്കും. ഈ കാര്യം ആശയോട് റിപ്പോർട്ട് ചെയ്ത അനുപമയും ഒരുപോലെ ചോദിച്ചു പോകുന്ന ചോദ്യവും അതാണ്. ആശയിൽ നിന്ന് ആ വിവരം ഗ്രീഷ്മയും അറിഞ്ഞു. അവൾക്കും വല്ലാത്തൊരു അതിശയം. ശരിക്കും ആശയുടെ അടുത്തേക്ക് മെസ്സേജ് രൂപത്തിൽ കടന്നു വന്നത് അപ്പൊ പിന്നെ ആരാണ്? മായയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ മായക്ക് ഒരിക്കലും മെസ്സേജ് അയക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ആരാണ് ആശയ്ക്ക് മെസ്സേജുകൾ അയച്ചത്? ഇപ്പോഴത്തെ ആ റെക്കോർഡ് പരിശോധനയിൽ വ്യക്തമാക്കപ്പെടുന്നത് മെസ്സേജ് അയച്ചിരിക്കുന്നത് മായയുടെ നമ്പറിൽ നിന്ന് തന്നെയാണെന്നാണ്. പക്ഷേ മായയുടെ നമ്പർ നേരത്തെ സ്വിച്ച് ഓഫ് ആണ് താനും. പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട്. ശരിക്കും അത് അക്ഷരാർത്ഥത്തിൽ പോലീസിനെ കുഴയ്ക്കുകയാണ്. എങ്ങനെ ആ മെസ്സേജ് വന്നു എന്ന് ഇപ്പോഴും പോലീസ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. എന്തെങ്കിലും പത്രങ്ങളിൽ പിറ്റേ ദിവസം വളരെ വിശദമായ വാർത്തകളായിട്ട് ഈ കാര്യം വന്നു. കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന ആ കോളേജിലെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന യൂറിനലിന്റെ അടിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ജഡം കണ്ടെത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടി ആരാണ്? ആ കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ അധ്യാപകരാരെങ്കിലും പീഡിപ്പിച്ച് കൊന്ന് കുഴിച്ചിട്ടതാണോ? അതോ ഇനി കുട്ടികൾ ആരെങ്കിലും കുഴിച്ചിട്ടതാണോ? അതോ ഇനി വലിയ സാമൂഹ്യ വിരുദ്ധന്മാരാണോ? ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉന്നയിക്കപ്പെടുമല്ലോ. കഥകളും അതനുസരിച്ചുണ്ടാവുകയാണ്. ആ പെൺകുട്ടിയുടെ വയറ്റിനകത്ത് കണ്ട ആ സ്വർണത്തെക്കുറിച്ചും ഒരുപാട് ഊഹാപോഹങ്ങൾ കഥാരൂപത്തിൽ വന്നു. പലതരത്തിലുള്ള കഥകൾ വരികയാണ്. ആളാരാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കഥകൾക്ക് ഒരു പഞ്ഞവുമില്ല. മായ എന്ന പെൺകുട്ടിയെ കണക്ട് ചെയ്താണ് ഈ അന്വേഷണം എന്നുള്ള കാര്യം ശരിക്കും പോലീസ് രഹസ്യമായി സൂക്ഷിക്കുകയാണ്. അതിനിടയിലാണ് DNA പരിശോധന നടക്കുന്നത്. ഈ സമയത്ത് പോലീസ് വീണ്ടും കരുനാഗപ്പള്ളിയിലെത്തി. കരുനാഗപ്പള്ളിയിലെ ആ വീട്ടുകാർ മയെ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നാണ് അനുപമയോട് നേരത്തെ പറഞ്ഞത്. ആ വീട്ടിലേക്ക് രണ്ടാമതും എത്തുമ്പോൾ അനുപമയുടെ ഉള്ളിൽ നേരത്തെ ആ അനുഭവമുണ്ട്. അനുപമ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സങ്കടകരമായ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മകൾ മായ മരിച്ചു. മായയെ പിണ്ടം വെച്ചു എന്ന് പറഞ്ഞ ആ ആളുകൾ പെട്ടെന്ന് അറിയാതെ ചാടി എണീറ്റ് പോവുകയാണ്. അതുവരെ അവര് കാണിച്ച ആ ഒരു ധാർഷ്ട്യവും അതൊക്കെ പെട്ടെന്ന് ആ ടീമിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. തുരുതുരാ ചോദ്യങ്ങൾ വരികയാണ്. മായമൊക്കെ എന്ത് പറ്റി? മായക്ക് എന്ത് പറ്റി? പലതരം ചോദ്യങ്ങൾ വന്നതും അനുപമ അവരോട് മായയുടെ ബോഡി കൊല്ലത്ത് അവൾ പഠിച്ച കോളേജിലെ യൂറിനലിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട കാര്യം പറഞ്ഞു. ശരിക്കും ആ കോളേജിൽ നിന്ന് ഒരു ബോഡി കുഴിച്ചെടുക്കപ്പെട്ട കാര്യം അന്ന് പത്രങ്ങളിലുണ്ട്. അവര് വായിച്ചതുമാണ്. പത്രങ്ങളിലൂടെ വായിച്ച ആ കാര്യം മായം തമ്മിൽ അവരാരും കണക്ട് ചെയ്തിരുന്നില്ല. ഇപ്പൊ ഇതാ പോലീസ് പറയുന്നു അത് മായയുടെ ബോഡിയാണ്. എന്തായാലും അതിന്റെ കൺഫർമേഷൻ ഉറപ്പാക്കാൻ വേണ്ടി DNA പരിശോധനയ്ക്ക് ആ വീട്ടുകാർ സ്വമേധയാ തയ്യാറായി. അവരുടെ DNA പരിശോധന ഫലം വന്നതും ആ അസ്ഥികൂടത്തിന്റെ DNA പരിശോധനാ ഫലവും വന്നു. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ശരിക്കും അനുപമ പ്രതീക്ഷിച്ച് തന്നെ റിപ്പോർട്ടായി മാറി. അത് മായയുടെ ബോഡിയാണ്. മായ എന്ന ആ ഹോക്കി ക്യാപ്റ്റന്റെ ബോഡി തന്നെയാണ് അവള് പഠിച്ചിറങ്ങിയ അതേ കോളേജിലെ പുതുതായി കെട്ടുന്ന ആ യൂറിനലിന്റെ അടിയെന്ന് കുഴിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് അവളെ കൊന്ന് അവിടെ കുഴിച്ചിട്ടത്? എന്തായാലും മായ സ്വയം അവിടെ വന്ന് അങ്ങനെ കുഴിയെടുത്ത് കിടക്കത്തില്ല. മായയെ കൊന്നതാണ്. ആരാണ്? എന്താണ് അതിന്റെ കാരണം? ആ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മായ മർഡർ കേസ്. അങ്ങനെ മായ മർഡർ കേസ് എന്ന പേരിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. തുടർന്ന് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു വലിയ ടീമിനെ തന്നെ SP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
DOSP ഹരിദാസാണ് അന്വേഷണ ചുമതല. ഹരിദാസിന്റെ കീഴിൽ അനുപമയും മറ്റ് ടീമുകളും ഉണ്ട്. DOSP ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ബോഡിക്കകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ആ സ്വർണ്ണ ഗുളികകൾ അത് വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിപ്പോർട്ട് അവർക്ക് കിട്ടി. തനി സ്വർണമാണ് ഗുളിക രൂപത്തിൽ ആ മായയുടെ വയറ്റിനകത്ത് ഉണ്ടായിരുന്നത്. 20 ഗുളികളാണ്. ഓരോന്നിനും ശരിക്കും വൻ വില കിട്ടും. സാധാരണ ഈ ശൈലിയിൽ സ്ത്രീകളുടെ വയറ്റിനകത്ത് ആ ഗുളികൾ വരുന്നത് പോലീസ് കാണുന്നത് കള്ളക്കടത്ത് സ്വർണവുമായി അവർ പിടിക്കുമ്പോഴാണ്. കള്ളക്കടത്തിന്റെ കാരിയേഴ്സായി വരുന്ന ആളുകളാണ് ചില ഭക്ഷണ സാധനങ്ങൾക്കകത്ത് ഗുളിക ചേർത്ത് വെച്ചിട്ട് അതിനങ്ങ് വിഴുങ്ങുന്നത്. ഗുളികയ്ക്ക് ഒന്നും പറ്റാതെ തൊണ്ടയ്ക്കകത്തൂടി അതങ്ങ് വിഴുങ്ങി വയറ്റിലെത്തിക്കാൻ ശരിക്കും നല്ല പ്രാക്ടീസ് വേണം. ആദ്യമൊക്കെ ഒരു ഗുളികയ്ക്ക് വിഴുങ്ങാൻ പറ്റും. നിരന്തരമായ പ്രാക്ടീസ് കൊണ്ടൊക്കെയാണ് 20 ഗുളികകളൊക്കെ വിഴുങ്ങാൻ കഴിയുന്ന ശൈലിയിൽ ഒരാൾ എത്തുക. ഇവിടെ 20 ഗുളിക മായ വിഴുങ്ങിയിരിക്കുകയാണ്. അവളൊരു അത്ലറ്റാണ്. നല്ല ഉറച്ച ബോഡിയാണ്. ആ ബോഡിയുടെ പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൾ ആ ഗുളിക വിഴുങ്ങിയിരിക്കുകയാണ്. ആ ഗുളിക പുറത്ത് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, അത് കള്ളക്കടത്തുമായി കണക്ട് ആയിട്ടുള്ള സാധനമാണ്. മായയ്ക്ക് എങ്ങനെ ഈ കള്ളക്കടത്തുമായി ബന്ധം? ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായി പോലീസ് അന്വേഷണം ആരംഭിച്ചത് കരുനാഗപ്പള്ളിയിൽ നിന്ന് അവളുമായി മുങ്ങിയ ആന്റോ ആന്റണിയിൽ നിന്നാണ്. ആന്റോ ആന്റണിയെ പോലീസ് പൊക്കി. പോലീസ് ആന്റോ ആന്റണിയെ പൊക്കുന്നതിന് മുന്നോടിയായിട്ട് അവന്റെ ഒരു ജാതകം പോലീസ് പരിശോധിച്ചു എന്ന് പറയാം. ആന്റോ ആന്റണിയുടെ എല്ലാ കോൾ റെക്കോർഡുകളും, അവന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ ഇടപാടുകളും, അവൻ നടത്തിയിട്ടുള്ള സകല സംവിധാനങ്ങളും ഇതിനിടയിൽ പോലീസ് അരിച്ചു പറക്കിയെടുത്തു. അപ്പോഴാണ് അവന് 2 തവണ പോലീസ് ജയിൽവാസം ഒരുക്കിയ കാര്യം നമ്മുടെ കൊല്ലം പോലീസിന്റെ ശ്രദ്ധയപ്പെടുന്നു. അവനെ ബാംഗ്ലൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കള്ളക്കടത്തുമായി കണക്ട് ആയിട്ടാണ്. അവൻ 2 തവണ സ്വർണ്ണ കള്ളക്കടത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായിട്ടുണ്ട്. പക്ഷെ എങ്ങനെയോ അവൻ ഊരി പോവുകയായിരുന്നു. കസ്റ്റംസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ശൈലിയിലാണോ അവൻ ഊരിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പക്ഷെ 2 തവണ അവൻ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പോലീസിന് ഉറപ്പാണ്. കസ്റ്റംസും പോലീസും 2 സമാന്തര രേഖകളാണ്. കസ്റ്റംസിനാണ് ഇന്ത്യക്ക് അകത്തേക്ക് വരുന്ന എല്ലാ സാധനങ്ങളിലും നിയന്ത്രണമുള്ളത്. ഒരു വലിയൊരു സംഭവമാണ്. വൻ അധികാരമാണ് അവർക്കുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ വിടാനും പിടിക്കാനും ഒക്കെ അവർക്ക് എളുപ്പം പറ്റും. കസ്റ്റംസിന്റെ പല ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ കൺമുമ്പിലൂടെ വളർന്നു വലുതായി വലിയ കോടീശ്വരന്മാരാകുന്നത് കള്ളക്കടത്തിൽ അവരും കൂടി ഇടപെടുമ്പോഴാണ്. അവര് 100 സാധനങ്ങൾ കടത്താൻ അനുവദിക്കുമ്പോൾ ഒരു 10 പിടിക്കുകയും ചെയ്യും. 10 പിടുത്തം ഏതൊക്കെ ആയിരിക്കണമെന്ന് ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ കസ്റ്റംസുകാരോട് പറഞ്ഞു കൊടുക്കും. അതൊരു ബിസിനസ്സാണ്. ഇന്ത്യയിലേക്ക് കടക്കുന്ന കള്ളക്കടത്ത് സാധനങ്ങളുടെ 10% പോലും പിടിക്കപ്പെടുന്നില്ലെന്നാണ് ഒരു വിലയിരുത്തൽ. ആ കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള കേസാണ്. ഈ ആന്റോ ആന്റണി കള്ളക്കടത്തിന് ആളെ കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ലവ് ഗെയിം കളിച്ച് മായയെ അയാളുടെ കെണിപ്പെടുത്തിയതാണ്. അതാണ് കാതലായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ആന്റോ ആന്റണിയാണ്. പോലീസ് ആന്റോ ആന്റണിയെ ചോദിച്ചു തുടങ്ങി. ആദ്യമൊന്നും അവൻ ഒന്നും പറയാൻ തയ്യാറായില്ല. അവനോടൊപ്പം കുറച്ച് നാൾ മായ ഉണ്ടായിരുന്നു. മായ അതിനുശേഷം സ്വമേധയാൽ അവനെ വിട്ടുപോയി എന്നൊക്കെയുള്ള കഥ തന്നെയാണ് അവൻ ആവർത്തിച്ചത്. പക്ഷെ പോലീസിന്റെ മട്ടും ഭാവവും മാറി. ചോദ്യം ചെയ്യലിന്റെ ശൈലിയും രൂപമൊക്കെ മാറിയപ്പോൾ അവൻ പതുക്കെ കഥ പറയാൻ നിർബന്ധിതനായി. ആന്റോ ആന്റണി യഥാർത്ഥത്തിൽ ഈ കള്ളക്കടത്തുമായൊക്കെ ബന്ധം ചെറിയ തോതിൽ ഉള്ള ആളായിരുന്നു. പക്ഷേ മായയെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ആ ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ച് ഒരു ശരിയായ ജീവിതം ബിൽഡ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. അങ്ങനെ ഒരു ഉറപ്പ് അയാൾ മായയ്ക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവളും ആന്റോ ആന്റണിക്കൊപ്പം ബാംഗ്ലൂരിൽ എത്തുന്നത്. ആദ്യത്തെ കുറെ നാളൊക്കെ അവരുടെ ജീവിതം സുഖമായി മുന്നോട്ട് പോയി. പക്ഷെ പണത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആന്റോ ആന്റണിക്ക് വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ അയാൾ ഒരു തവണ ദുബായിലേക്ക് ഒരു യാത്ര നടത്തി. ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ആന്റോ ആന്റണി കുറച്ച് പണം മായയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എവിടെ നിന്നാണ് ആ പണം കിട്ടിയതെന്നും ദുബായിൽ എന്താണ് ബിസിനസ് എന്നുള്ള അവരുടെ ചോദ്യത്തിന് ആദ്യമൊക്കെ ഉത്തരം പറയാൻ ആന്റോ ആന്റണി മടിച്ചെങ്കിലും അവസാനം അവൻ ആ കാര്യം പറഞ്ഞു. അവൻ ദുബായിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവന്റെ ബോഡിയിൽ ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പുറത്ത് കാത്തുനിന്ന ആൾക്കാർക്ക് കൊടുത്തപ്പോൾ അവര് കൊടുത്ത പണമാണ് അവനിപ്പോ മായയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ആന്റോ ആന്റണി ചെയ്തിരിക്കുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റമാണ്. ആ കുറ്റത്തിന്റെ പേരിൽ പോലീസ് എങ്ങാനും അവനെ പൊക്കിയിരുന്നെങ്കിൽ തന്റെയും ആന്റണിയുടെയും ലൈഫ് എന്താകുമായിരുന്നു എന്നുള്ള മായയുടെ ആ ചോദ്യം ആന്റോ ആന്റണിക്ക് ഉള്ളിലൊന്ന് കൊണ്ടു. ആന്റോ ആന്റണി മായയോട് ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ആന്റോ ആന്റണിക്ക് വീണ്ടും ആ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു. ഇപ്രാവശ്യം മായ ആന്റോ ആന്റണിയെ വലുതായി വഴക്ക് പറഞ്ഞില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നം മായയ്ക്കും അനുഭവപ്പെടുന്നുണ്ട്. ബാംഗ്ലൂരിലെ ഫ്ലാറ്റിന് വൻ റേറ്റ് കൊടുക്കും. ഭക്ഷണ സാധനങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ അതുപോലെ ചെലവുണ്ട്. പിടിച്ചു നിൽക്കാൻ പണത്തിന് പണം തന്നെ വേണം. വേറെ ഒരു മാർഗവുമില്ല. വിചാരിച്ച പോലെ ജോലി അങ്ങോട്ട് മായയ്ക്ക് തരമായില്ല. താൻ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്ന കാര്യം കമ്പനികളിൽ പറയുമ്പോൾ അവർ തനിക്കൊരു അവസരം നൽകുമെന്നായിരുന്നു ബാംഗ്ലൂരിൽ എത്തുന്നവരെ മായയുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യം. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഫലവത്താകുന്നില്ല. വിചാരിക്കുന്ന ശൈലിയിൽ ഒരു ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ പണം കൂടി തരും. അങ്ങനെയാണ് മായ അവസാനം ആന്റോ ആന്റണിയുടെ
സഹായത്തോടുകൂടി ഒരു തവണ ഒരു കാരിയർ ആകുന്നു. അവളും ഇതുപോലെ ദുബായിലേക്ക് ഒരു യാത്ര ആന്റണിക്കൊപ്പം നടത്തി. മടങ്ങി വന്നപ്പോൾ അവളുടെ ശരീരത്തിനകത്ത് ഒളിപ്പിക്കാൻ കഴിയുന്ന ശൈലിയിൽ സ്വർണം ഒളിപ്പിച്ച് അവള് പുറത്തെത്തിച്ച് അതിനുള്ള പൈസ നേടിയപ്പോൾ ഒരു ആത്മവിശ്വാസം ഈ മായക്കുണ്ടായി. പക്ഷെ അവൾക്ക് കിട്ടിയതാണ് 25,000 രൂപയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാക്കൂലിയും പിന്നെ ദുബായിലെ താമസവും ഭക്ഷണ ചെലവും ഒക്കെ അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത ആളുകളാ വഹിച്ചത്. 25,000 രൂപയാണ് തനിക്ക് കിട്ടിയെന്നുള്ളത് മായയുടെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ്. പക്ഷെ അവളുടെ കോളേജിൽ നിന്ന് ഉന്നത റാങ്കോടുകൂടി പഠിച്ച് പുറത്തിറങ്ങിയ പെൺകുട്ടിയാണ്. അവൾ കൊണ്ടുവന്ന ആ സ്വർണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നല്ല ധാരണയാണ്. അവളെ പുറത്തെത്തിച്ചിരിക്കുന്നത് ശരിക്കും 50 ലക്ഷത്തിന്റെ സ്വർണമാണ്. അത്രയും സ്വർണം എത്തിച്ച തനിക്ക് കിട്ടിയത് 25,000 രൂപയാണ്. അതൊരു കുറഞ്ഞ തുകയാണ്. ആ കാര്യം അവള് ആന്റണിയുടെ ശ്രദ്ധയപ്പെടുത്തി. 25,000 രൂപയ്ക്ക് വേണ്ടി 50 ലക്ഷത്തോളം രൂപ മൂല്യമുള്ള സാധനങ്ങൾ താൻ കടത്തിയിരിക്കുന്നു എന്ന കാര്യം മായ ആന്റിയോട് പറഞ്ഞപ്പോൾ ആന്റോ മായയോട് പറഞ്ഞു, ഏയ് മായ, നീ ആലോചിച്ചു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് അപകടമാണ്. ആന്റോ, എന്ത് അപകടം? നമ്മൾ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു, പക്ഷെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവര് ഉണ്ടാക്കുന്ന ലാഭം വളരെ കൂടുതലല്ലേ? നമുക്കൊരു 1 ലക്ഷം രൂപയെങ്കിലും അവർക്ക് തന്നൂടെ? മായ ചോദിക്കുന്നതിൽ ന്യായമുണ്ടെന്ന് ആന്റണിക്ക് അറിയാം. പക്ഷേ ഈ ബിസിനസ്സിൽ അവര് തരുന്നതിനപ്പുറത്തേക്ക് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചാൽ അവര് പണി വയ്ക്കും. ഈ ബിസിനസ്സിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ആകുന്നതെന്ന് ആരും പുറത്ത് അറിയാൻ പാടില്ല. ഇതിനകത്ത് വരുന്ന ആള് അയാളുമായി ബന്ധപ്പെടുന്ന ആളുകളെയാണ് അറിയുക. അതിനപ്പുറത്തേക്കുള്ള ആളുകളെ പരിചയപ്പെടാനുള്ള അവകാശം അയാൾക്കുണ്ടാവില്ല. പക്ഷെ ഒരു കണ്ണി പിടിക്കപ്പെട്ടാൽ അയാൾ വഴി അടുത്ത കണ്ണിലേക്കും അടുത്ത കണ്ണി വഴി അതിനടുത്ത കണ്ണിലേക്കും പോലീസ് കടന്നു ചെല്ലും. പോലീസിന് പോകാവുന്നിടത്തോളം ദൂരം പോലീസ് പോകാൻ പറ്റും. ആ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് ഏതുവരെ പോകണോ അതുവരെ അയാൾ പോകുള്ളൂ. അയാൾക്ക് ആവശ്യമായ കാശ് കിട്ടിക്കഴിയുമ്പോൾ അയാൾ മതിയാക്കും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. ചില ഉദ്യോഗസ്ഥർ മാത്രം ആ കടമകൾ കടന്ന് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തും. അതും ആന്റോയ്ക്ക് അറിയാം. ആന്റോ അധികം കടത്തിനൊന്നും നിന്നിട്ടില്ലെങ്കിലും ഈ സംഭവത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും പോലീസിനോട് ആന്റോ അവസാനമായി പറഞ്ഞതാണ്, സാർ, ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് അവള് ദുബായിലേക്ക് പോയതാണ്. അവള് ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ അവൾ ഇറങ്ങിയത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഇറങ്ങി അവൾ അവിടെ നിന്ന് കൊല്ലത്തേക്ക് മൂവ് ചെയ്തൊന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ അതിനുശേഷം എനിക്ക് അവളെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാനിവിടെ കൊല്ലത്ത് എത്തി ഇവിടെയൊക്കെ ഒന്ന് തിരക്കിയെങ്കിലും എനിക്ക് അവളെ കാണാൻ പറ്റിയില്ല. ആന്റണി ആ കാര്യങ്ങൾ പറഞ്ഞതും പോലീസ് ആന്റണിയോട് ചോദിച്ചു, ആന്റോ, ഞങ്ങൾക്ക് അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. നീ ആർക്ക് വേണ്ടിയാണ് ഈ കള്ളക്കടത്ത് നടത്തിയത്? സർ, അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ട് ഇന്ന ആൾക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും, അയാൾ ഒരു കാരിയർ ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. എവിടെ നിന്നാണ് സാധനം കൊണ്ടുവരേണ്ടതെന്നും അയാൾ പറയും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാളൊപ്പം കൂടാം, താല്പര്യമില്ലെങ്കിൽ സമയമില്ലെങ്കിൽ അത് അയാളോട് പറയുകയും ചെയ്യും. അങ്ങനെ എന്നോട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെയുള്ള വർക്കൊന്നും എടുക്കുന്നില്ല. ആന്റണിയുടെ ആ മറുപടിയിൽ നിന്ന് പോലീസിന് മായയെ കൊലപ്പെടുത്തിയ ആളിലേക്ക് എത്താൻ പറ്റുന്നില്ല. മായയ്ക്കും ആന്റണിക്കും അറിയാവുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളാണ് ഇവിടെ മായയെ തട്ടിയിരിക്കുന്നത്. ആരായിരിക്കാം അവർ? ആന്റണി അങ്ങനെ പറഞ്ഞെങ്കിലും പോലീസ് ആന്റണി വഴി തന്നെ ബാംഗ്ലൂരിൽ അയാളുടെ കയ്യിൽ നിന്ന് അയാൾ കാരിയറായി വരുന്ന സമയത്ത് സ്വർണം ഏറ്റുവാങ്ങുന്ന ഏജന്റുകളുടെ വിവരങ്ങൾ സംഘടിപ്പിച്ചു. ആ ഏജന്റുകളെ സ്വാഭാവികമായിട്ടും പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് പോക്കി. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവര് പോലീസിനോട് മായ ട്രിവാൻഡ്രത്ത് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുടെ സൂചന കൊടുത്തു. മായ ട്രിവാൻഡ്രത്ത് ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ സ്വർണം ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഏജന്റുകളുടെ പേര് വിവരങ്ങളാണ് അവര് പോലീസിന് കൊടുത്തത്. അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് എയർപോർട്ടിൽ പോലീസ് എത്തിയത്. അവിടെ അന്താരാഷ്ട്ര ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന ആളുകളിൽ നിന്ന് സ്വർണം ഏറ്റുവാങ്ങുന്ന ഏജന്റുകളെ പോലീസ് പോക്കി അവരെ ചോദ്യം ചെയ്തപ്പോൾ അവന്മാര് പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു, സാർ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. മായ എന്ന പേരുള്ള ആ പെൺകുട്ടി ഞങ്ങളുടെ ദുബായ് ഏജന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം ഇവിടെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ അവളെ പ്രതീക്ഷിച്ച് ഇവിടെ ഈ 5-ാം നമ്പർ വേയിൽ നിൽക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ആ ഡിപ്പാർച്ചർ ലോഞ്ച് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. പക്ഷേ ഞങ്ങളെ കണ്ണ് വെട്ടിച്ച് മായ കടന്നു കളഞ്ഞു. നിങ്ങൾക്ക് മായ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലേ? സാർ, ഞങ്ങൾ മായ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് മായയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആയി. പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓൺ ആകുന്നത് കൊല്ലത്താണ്. ഞങ്ങൾ ആ വിവരം കളക്ട് ചെയ്ത് കൊല്ലത്ത് ഒരു അന്വേഷണം നടത്തിയെങ്കിലും അവിടെ വെച്ച് വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് പിന്നീട് ഞങ്ങൾക്ക് മായ കിട്ടിയില്ല. ഞങ്ങളും മായ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ എങ്ങോട്ടും മുങ്ങി. അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല.
അവർ പറയുന്നത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയാൻ വേണ്ടി പോലീസ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലെ ആ CCTV വിഷ്വലുകൾ പരിശോധിച്ചു തുടങ്ങി. അതിന്റെ പരിശോധനാ ഫലം പോലീസിന് നല്ലൊരു റിസൾട്ട് നൽകി. 3 മാസങ്ങൾക്ക് മുമ്പ് ദുബായ് തിരുവനന്തപുരം ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ മായ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിഷ്വൽ കൃത്യമായി പോലീസിന്റെ കൈവശം കിട്ടി. ഒരു പർപ്പിൾ നിറത്തിലുള്ള ഡ്രസ്സാണ് ആ സമയത്ത് മായ ധരിച്ചിരുന്നത്. ഒരു പാൻസുമുണ്ട്, ഒരു കാഷ്വൽ പാൻസാണ്. ഒരു ഫ്രീക്ക് ലുക്കിൽ അവള് ആ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കൈവശമുള്ള ബാഗ് അവളങ്ങനെ ഒന്നിക്കൊണ്ട് നടക്കുകയാണ്. അവളുടെ ഷോൾഡറിൽ ഒരു ബാഗുണ്ട്, അവള് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒരു പോഷ് ലുക്കിലുള്ള ഒരു യുവതിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷെ സ്ട്രെയിറ്റ് ബോഡിയാണ്. ഒരു അത്ലറ്റിന്റെ എല്ലാ ബോഡി മാനറിസവും നടക്കുന്ന മായിൽ കാണാം. കണ്ടാൽ അവളൊരു എയർ ഹോസ്റ്റസ് ആണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകുന്ന ശൈലിയിലാണ് അവളുടെ ആ നടത്തം. അവള് അങ്ങനെ നടക്കുന്നിടയിൽ എയർ ഹോസ്റ്റസ്മാർ പുറത്തേക്ക് വന്നിരുന്നു. അവർക്കൊപ്പമാണ് അവൾ നടന്നത്. അതുകൊണ്ടാകണം ഈ പുറത്ത് കാത്തു നിന്ന ആ സ്വർണ്ണ ഏജന്റുമാരുടെ ശ്രദ്ധയിൽ മായ പെടാതെ പോയത്. അവൾ അവിടെ നിന്ന് ആ എയർപോർട്ടിന്റെ മുൻവശത്ത് കിടക്കുന്ന അനവധി ടാക്സികളിൽ ഏതോ ഒന്നിൽ കയറിയിട്ടുണ്ട്. ഏതായിരിക്കാം ആ ടാക്സി? ആ എയർപോർട്ടിൽ നിന്ന് ടാക്സികൾ പുറത്തേക്ക് പോകുന്നത് ഏത് വഴിയിലൂടെയാണെന്ന് പോലീസിന് അറിയാം. പോലീസ് ആ ഭാഗത്തുള്ള CCTV വിഷ്വലുകൾ പരിശോധിച്ചു തുടങ്ങി. അങ്ങനെ ആ ദിവസത്തെ ആ വിഷ്വലുകൾ ഒന്നൊന്നായി പരിശോധിച്ചു വരുമ്പോൾ അവർക്ക് ഒരു കാറിനകത്ത് മായ ഇരിക്കുന്ന വിഷ്വൽ കൃത്യമായി കിട്ടി. ആ കാർ കടന്നു പോയതും ആ കാറിന്റെ നമ്പരും പോലീസിന് കിട്ടി. പോലീസ് ആ കാറിനെ CCTV വിഷ്വലുകളിലൂടെ പിന്തുടർന്നു തുടങ്ങി. എയർപോർട്ടിൽ നിന്ന് നേരെ ശംഖുവം ചാക്ക റോഡിലേക്ക് കടന്ന ആ കാറ് ചാക്ക ജംഗ്ഷനിലെത്തിയിട്ട് അവിടുന്ന് ഇടത്തേക്ക് കൊല്ലത്തേക്ക് കടക്കുകയാണ്. ആ ഇടതുവശത്തൂടെ കടന്ന് അതിവേഗം ആക്കുളം പാലത്തിന് മുകളിലൂടെ കഴക്കൂടത്തേക്ക് വരികയാണ്. ആ സമയത്ത് ഇന്നത്തെ ലുലു മാളൊന്നുമില്ല. കാറ് അതിവേഗം പോവുകയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് CCTV വിഷ്വലുകൾ അന്നുള്ളത്. ആ CCTV വിഷ്വലുകളെ ഫോളോ ചെയ്ത് പോലീസ് സംഘം കഴക്കൂട്ടത്ത് മായ കടന്നുപോയതിന്റെ സൂചനകൾ പോലീസിന് കിട്ടി. പിന്നീട് അവർക്ക് മായയെക്കുറിച്ചുള്ള സൂചന കിട്ടുന്നത് ആറ്റിങ്ങിൽ നിന്നാണ്. ആറ്റിങ്ങിൽ വഴിയും മായയുടെ വാഹനം കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് വിഷ്വൽ കിട്ടുന്നത് കല്ലമ്പലത്തിൽ നിന്നാണ്. അതിനുശേഷമുള്ള വിഷ്വൽ അവർക്ക് കിട്ടിയത് പാരിപ്പള്ളിയിൽ നിന്നാണ്. പാരിപ്പള്ളിയിൽ ആ കാറ് കാണുമ്പോൾ ആ കാറിനകത്ത് മായയില്ല. കല്ലമ്പലത്ത് കാറിലുണ്ടായിരുന്ന മായ പാരിപ്പള്ളിയിൽ വെച്ച് അപ്രത്യക്ഷമായിരിക്കും. അപ്പൊ കല്ലമ്പലത്തിനും പാരിപ്പള്ളിക്ക് ഇടയിൽ വെച്ച് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മായ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ കാറിന്റെ നമ്പർ കണ്ടുപിടിച്ച പോലീസ് ആ കാറുകാരനെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ അയാള് തികച്ചും ഞെട്ടിക്കുന്ന ഒരു കഥ പോലീസിനോട് പറഞ്ഞു. അയാളുടെ കാറ് രാവിലെ ഏകദേശം ഒരു 6 മണിയോട് അടുപ്പിച്ചാണ് അവിടെ ആ കല്ലമ്പലം കടക്കുന്നത്. ആ കാറ് നാവായിക്കുളം ഭാഗത്ത് എത്താറായപ്പോൾ പെട്ടെന്ന് അയാളുടെ കാറിനെ 1-2 വാഹനങ്ങൾ തടുത്തു നിർത്തുകയായിരുന്നു. അയാളുടെ വാഹനത്തെ തടുത്തു നിർത്തിയ ആളുകൾ പുറകിലത്തെ സീറ്റിലുണ്ടായിരുന്ന മായയെ പിടിച്ചിറക്കി അവിടെ വാഹനത്തിലേക്ക് കയറി ഹൈവേയിൽ നിന്ന് മറുഭാഗത്തേക്ക്, അതായത് നാവായിക്കുളം ഹൈസ്കൂളുള്ള ഭാഗത്തേക്ക് അതിവേഗം പാഞ്ഞു പോവുകയായിരുന്നു. കുറച്ചു നേരം ഒന്നും പറയാതെ സ്തംഭിച്ചു നിന്നുപോയ അയാൾ പിന്നീട് കൊല്ലത്തേക്ക് തന്നെ മൂവ് ചെയ്യായിരുന്നു. അയാൾക്ക് ആ കാര്യം പോലീസിന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ കയറിയ ആ ലേഡിയെ കുറിച്ച് അയാൾക്ക് വേറെ വിവരങ്ങളൊന്നുമില്ല. ആരോ അവളെ കൊല്ലത്ത് കൊണ്ടുപോകാനായി അയാൾക്ക് പണം കൊടുത്തിരുന്നു. ആ പണം മുൻകൂറായി കിട്ടിയതുകൊണ്ടാണ് അയാൾ എയർപോർട്ടിൽ വന്ന് കാത്തു കിടന്നത്. അയാൾക്ക് ആ പെൺകുട്ടിയെ അറിയില്ല. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും പോലീസ് നാവായിക്കുളം ഹൈസ്കൂൾ റോഡിലേക്ക് കടന്നുപോയിരിക്കുന്ന വാഹനങ്ങളിൽ എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക എന്നുള്ള ഒരു അന്വേഷണത്തിൽ കടന്നു. എന്തായാലും പോലീസിന്റെ ഭാഗ്യത്തിന് ആ റോഡിൽ നിന്നും അവർക്ക് വിഷ്വൽ കിട്ടി. അങ്ങനെയാണ് അവര് റോയ് ഫിലിപ്പിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. റോയ് ഫിലിപ്പ് കൊട്ടാരക്കര ബേസ് ചെയ്ത് ഒരു വലിയ സാമ്രാജ്യമൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. അയാൾക്ക് ബന്ധമുള്ള കാറാണ് അവിടെ ആ നാവായിക്കുളം ഹൈവേയിൽ മായയുടെ കാറിനെ ബ്ലോക്ക് ചെയ്തെന്നുള്ള കാര്യം കൺഫേം ആയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം റോയ് ഫിലിപ്പിന്റെ കൊട്ടാരക്കരയുള്ള ആ കൊട്ടാര സദൃശ്യമായ വീട്ടിലെത്തുന്നത്. അയാൾക്ക് ഇടുക്കി മേഖലകളിൽ വൻ തോട്ടമുണ്ട്. അവിടെ മാത്രമല്ല കമ്പത്തും തേനിയിലൊക്കെ വലിയ തോട്ടങ്ങളാണ്. അയാളൊരു രാജാവ് തന്നെയാണ്. അയാളുടെ ആ കാർഷിക പരിപാടികൾക്ക് പുറമെ അയാൾക്ക് വേറെയും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാകണം ഈ ഹൈവേ നാടകം അയാൾ നടത്തിയിരിക്കുക. എന്തായാലും റോയ് ഫിലിപ്പിനെ പോലീസ് പൊക്കി റോയ് ഫിലിപ്പിനെ പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി. ആദ്യമൊന്നും റോയ് ഫിലിപ്പ് കാര്യങ്ങൾ ഏറ്റുപറയാൻ സമ്മതിച്ചില്ലെങ്കിലും അവസാനം അയാളുടെ ടെലിഫോൺ റെക്കോർഡുകളിലൂടെ കടന്നുപോയ പോലീസ് ആ ദിവസങ്ങളിൽ അയാൾ കോൺടാക്ട് ചെയ്ത ആളുകളെ മൊത്തം കണക്ട് ചെയ്ത് അവർ മുഴുവൻ പൊക്കുകളോടുകൂടി റോയ് ഫിലിപ്പിന് കഥ പറയേണ്ടി വന്നു. അവരുടെ പണി എന്ന് പറയുന്നത് കള്ളക്കടത്ത് സ്വർണം പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പല കാരിയർമാരും എയർപോർട്ടിന് പുറത്തെത്തും. അവിടെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് സ്വർണം വിൽക്കുന്ന ആളുകളും അതുപോലെ മറ്റ് ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നാൽ അവരെ വെട്ടിച്ച് കടന്നു പോകുന്ന ഇൻഡിപെൻഡന്റ് കള്ളക്കടത്തുകാരുണ്ടാവും. ആ ആളുകളാണ് ശരിക്കും ഈ റോയ് ഫിലിപ്പിന്റെ ടീമിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്.
അത്തരത്തിലുള്ള ആളുകളെ പോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അവരെ തിരഞ്ഞ് വേറെ ആരും വരത്തില്ല. വൻകിട കമ്പനികളുമായി കണക്ട് ചെയ്ത വൻകിട ഈ കള്ളക്കടത്ത് ടീമിന്റെ ആളുകളെയാണ് പൊക്കുന്നെങ്കിൽ അവര് തിരിച്ചു പണിയും. അതുകൊണ്ട് തന്നെ ഈ പൊക്കുന്ന ആളുകളെ വളരെ ശ്രദ്ധിച്ച ഇവർ സെലക്ട് ചെയ്യുന്നു. ഈ കക്ഷി, അതായത് മായ, ഒരു ഡയറിങ് അറ്റംപ്റ്റ് നടത്താൻ പോവുകയാണെന്നുള്ള കാര്യം അവന്മാർക്ക് ദുബായിൽ നിന്ന് ചോർന്ന് കിട്ടിയിരുന്നു. അവള് വൻതോതിൽ സ്വർണവുമായിട്ട് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞതും റോയുടെ ടീം എയർപോർട്ടിൽ കാത്തു കിടക്കായിരുന്നു. എയർപോർട്ടിൽ അവർ കാത്തു കിടക്കുമ്പോഴാണ് ആ കൊല്ലംകാരൻ ഡ്രൈവറിന്റെ വണ്ടിയിലേക്ക് മായ കയറുന്നത്. അവിടെ മുതൽ യഥാർത്ഥത്തിൽ ആ വണ്ടിയെ റോയുടെ വാഹനങ്ങൾ ഫോളോ ചെയ്യാൻ അവര് സൗകര്യപ്രദമായ ഒരു സ്ഥലം കിട്ടിയതും മായയുടെ വാഹനത്തെ ബ്ലോക്ക് ചെയ്ത് മായയെ പൊക്കിയതാണ്. മായയെ പൊക്കി കൊണ്ടുവന്നത് അവരുടെ ഗോഡൌണിലേക്കാണ്. അവരുടെ കൈവശമുള്ള സ്വർണം അതായിരുന്നു അവരുടെ ടാർഗറ്റ്. പക്ഷേ ആ സ്വർണം, അവളുടെ ബാഗും അനുബന്ധ സംവിധാനങ്ങളൊക്കെ പരിശോധിച്ച് റോയ് ഫിലിപ്പിൻ ടീമും ശരിക്കും ഞെട്ടിപ്പോയി. അവരുടെ കൈവശം വളരെ കുറച്ച് സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവരുടെ കയ്യിൽ ഒരുപാട് സ്വർണം ഉണ്ടായിരുന്നു. വൻ ശേഖരം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവളുടെ കൈവശം കുറച്ചേ ഉള്ളൂ. അവളുടെ കൈവശമുള്ള സ്വർണം ഇതിനിടയിൽ ആർക്കോ മറിച്ചു. എയർപോർട്ട് മുതൽ നാവായിക്കുളം വരെ ആ കാറിനെ ഫോളോ ചെയ്ത റോയ് ഫിലിപ്പിന്റെ ആളുകൾക്ക് ഒരു കാര്യം ഉറപ്പാണ്. അവിടെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ മായ വാഹനം നിർത്തിച്ചത്. അത് കഴക്കൂട്ടത്തുള്ള അൽസാജിലാണ്. അൽസാജിൽ ഭക്ഷണം കഴിക്കാനായി മായ കയറിയിരുന്നു. അത് അതിരാവിലെ. അവിടെ അവള് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടാവും. അതിനിടയിൽ അവളുടെ കൈവശമുള്ള സ്വർണം അവിടെ ആരെക്കെങ്കിലും കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ റോയ് ഫിലിപ്പിൻ ടീമിന്റെ സംശയം. അവര് ആ കാര്യം അവളെ കൊണ്ട് പറയിക്കാനായി അവിടെ കാര്യമായി മർദ്ദിച്ചെടുത്താണ് ഒരു അബദ്ധം പറ്റിയത്. അവളുടെ തല തറയിൽ കയറി ഇടിച്ചതും അവളുടെ തല പൊട്ടി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവള് രക്തത്തിൽ കുളിച്ചതും പിന്നീട് അവളെ കൊല്ലുകയല്ലാതെ ഒരു മാർഗമില്ല എന്ന ശൈലിയിലേക്ക് അവരെത്തി. അവളെ കൊന്ന് അവളെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും ഈ കൊല്ലത്ത് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആ കൂട്ടത്തിൽ ഒരാൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞത്. അയാള് കോളേജിൽ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കിന്റെ ഭാഗമായിട്ട് കുറേയേറെ യൂറിനലുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ചില ക്ലാസ് മുറികളും നിർമ്മിക്കുന്നുണ്ട്. അവിടെ ഈ പെങ്കൊച്ചിനെ അങ്ങ് കുഴിച്ചു മൂടിയാൽ ഒരു കുഞ്ഞും അറിയില്ല എന്ന ഐഡിയ അയാളാണ് റോയ് ഫിലിപ്പിനോട് പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റോയ് ഫിലിപ്പ് ആ ബോഡി അവർക്ക് വിട്ടുകൊടുത്തത്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പോലീസിനോട് പറഞ്ഞത് ശരിക്കും അന്ന് അവിടെ പോലീസ് ആ ബോഡി കുടിച്ചെടുത്ത സ്ഥലത്ത് ഉണ്ടായിരുന്ന കോൺട്രാക്ടർ തന്നെയാണ്. അയാൾക്ക് പോലീസ് അവിടെ പരിശോധിച്ചു തുടങ്ങിയപ്പോഴേ കഥ മനസ്സിലായിരുന്നു. പക്ഷെ അയാള് ഒരു നിഷ്കളങ്കന്റെ രൂപത്തിൽ അന്ന് അഭിനയിച്ചതാണ്. റോയ് ഫിലിപ്പിന്റെ ആളാണ് അയാൾ എന്നുള്ള കാര്യം മനസ്സിലാക്കിയ പോലീസ് അയാളെ ചോദ്യം ചെയ്തതും അയാള് കാര്യം പറഞ്ഞു. അയാളുടെ ടീം തന്നെയാണ് അവിടെ ആ യൂറിനലിനകത്ത് മായയെ കുഴിച്ചിട്ടത്. ഇപ്പോ പോലീസിന് കഥ വ്യക്തമാവുകയാണ്. മായ അന്ന് ഈ അൽസാജിനകത്തേക്ക് കടന്നത് അവളുടെ കൈവശമുള്ള സ്വർണം ഒളിപ്പിക്കാനായിരുന്നു. അവൾക്ക് അവളെ ഫോളോ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു സൂചന തോന്നിക്കാണും. അവളുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം ബാത്റൂമിനകത്തേക്ക് കയറിയതിനു ശേഷം ഗുളിക രൂപത്തിലുള്ള ആ സ്വർണത്തെ വിഴുങ്ങിയായിരുന്നു. 20 എണ്ണം അവൾ അവിടെ വെച്ചാ വിഴുങ്ങിയിരിക്കുന്നത്. ആ സ്വർണം കണ്ടെത്താൻ പറ്റാതെ വന്നപ്പോഴാണ് മായയെ റോയ് ഫിലിപ്പിൻ ടീം കൊന്നത്. അവളുടെ ഉരുപ്പടികളൊക്കെ പരിശോധിക്കുന്ന ആ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അവളിൽ നിന്ന് ഒന്ന് കിട്ടാതെ വരുമ്പോൾ അവളെ വിടും എന്ന ധാരണയായിരുന്നു മായക്കുണ്ടായിരുന്നത്. അവൾ വിഴുങ്ങിയ സ്വർണം എങ്ങനെ പുറത്തെത്തിക്കണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ആ കാര്യങ്ങളൊക്കെ അവൾ ആന്റണിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഠിച്ച കാര്യങ്ങൾ അവൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും മുമ്പ് ഒരു കയ്യബദ്ധത്താൽ അവൾ കൊല്ലപ്പെടുകയായിരുന്നു. ഇപ്പോ അവളുടെ ആ വയറ്റിനകത്തുണ്ടായിരുന്ന ആ സ്വർണം, അതിന്റെ കഥ അങ്ങനെയാണ് പോലീസിനോട് പറയുന്നത്. ശരിക്കും മായ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും പോലീസിനെ അലട്ടുന്ന ആ ചോദ്യമുണ്ട്. ആരാണ് ആശയ്ക്ക് ആ മെസ്സേജുകൾ അയച്ചത്? അന്നും ഇന്നും ഒരു ദുരൂഹതയായി നിലനിൽക്കുകയാണ്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് കഥാവേദിയിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.